അള്ളാഹുവിൻ്റെ മതമാകുന്ന ഇസ്ലാം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് കീഴ്വണക്കത്തിൻ്റെ സമർപ്പണത്തിൻ്റെ മതമാകുന്ന അൽ ഇസ്ലാം എന്ന മതമാണ് എന്ന് ഖുർആൻ സംശയത്തിനിടമില്ലാതെ പ്രഖ്യാപിച്ചു. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ അങ്ങനെ സംസാരിക്കുന്നത് എന്ന് തോന്നും. ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അത് സമാധാനത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒക്കെ ആശയതലങ്ങളാണ്. വാനലോകത്ത് പാറിക്കളിക്കുന്ന പറവകൾ സർവശക്തനായ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കാണ് സംശയം? മാളത്തിലിരിക്കുന്ന ഉറുമ്പുകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്ത് ആർക്കാണതിൽ സംശയമുള്ളത്? വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഉളിയിട്ട് പോകുന്ന മത്സ്യങ്ങളും മറ്റു കൊടാനുകോടി ജീവജാലങ്ങളും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, അള്ളാഹുവിനെ വാഴ്ത്തുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് ഇസ്ലാം ആര് അതിനെ ഏത് വിധത്തിൽ ചർച്ചയാക്കിയാലും ലോകത്തോട് പറഞ്ഞതാണ്. എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗം, ആ മനുഷ്യൻ ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് ഏറ്റവും വലിയ നന്ദികേട് കാണിക്കുന്നവനാണ് എന്ന് ഖുർആൻ സംശയത്തിനിടമില്ലാതെ പ്രഖ്യാപിച്ചു. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്, മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. കാരണം ഈ സംവിധാനങ്ങളെല്ലാം തന്ന ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ്, അതിനേത് പേരിട്ട് വിളിച്ചാലും, ഇടക്കരയിലെ ഒരുപക്ഷെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളും ഇത് കേൾക്കുന്നുണ്ട്, ഇത് ഓൺലൈൻ വഴി കേൾക്കുന്ന ആളുകളുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ഇത് നടക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഓൺലൈനിൽ ഉണ്ടാവണമെന്നില്ല, പക്ഷെ കേൾക്കുന്നവരുണ്ട്. അത് വിരാട് പുരുഷൻ എന്ന് പേരിട്ട് വിളിച്ചാലും, ഹിരണ്യഗർഭൻ എന്ന് പേരിട്ട് വിളിച്ചാലും, ആ മഹാശക്തി എന്ന് പരിചയപ്പെടുത്തിയാലും, സാക്ഷാൽ ആരാധ്യൻ എന്ന അർത്ഥത്തിൽ അല്ലാഹ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആ സർവശക്തനായ ആ മഹാശക്തിയായ അല്ലാഹ് അവൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ നിമിത്തമാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് കുറേ ബുദ്ധിയും കഴിവൊന്നും ആവശ്യമില്ല. ഇവിടെ ഒരു ചാണകം കണ്ടാൽ ഇതിൽ ഒരു പശു അല്ലെങ്കിൽ ഒരു പോത്ത് അല്ലെങ്കിൽ നാക്കാലി നടന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കുറേ ബുദ്ധി വേണോ? ഒരു ഒട്ടകത്തിൻ്റെ കാഷ്ടം മരുഭൂമിയിൽ കണ്ടാൽ ഇതിലൂടെ ഒരു ഒട്ടകം പോയിട്ടുണ്ട് എന്ന് പറയാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ഈ ഭൂമി സാങ്കല്പികമായ അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് ലോകത്ത് ആരാണ് പറയാത്തത്? അതിവേഗതയിൽ കറങ്ങുകയാണ് ഭൂമി ഒരു സാങ്കല്പിക അച്ചുതണ്ടിൽ. ആരാണ് ഭൂമിയുടെ ചലനത്തിൻ്റെ പിന്നിലുള്ളത്? 7 ആകാശങ്ങളെക്കുറിച്ചും 7 ഭൂമിയെക്കുറിച്ചുമൊക്കെ പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ മുമ്പിൽ ഗവേഷകന്മാരും സയൻറ്റിസ്റ്റുകളും ചർച്ച ചെയ്യുന്നില്ലേ? ഉണ്ട്. എന്നിട്ട് ഭൂമിയുടെ ആകാശങ്ങളുടെ അല്ലെങ്കിൽ 1-ാം ആകാശത്തിൻ്റെ 7-ാം ആകാശങ്ങൾ വരെയുള്ള ആകാശങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പഠനം ലോകത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് മനുഷ്യനെ ആലോചിക്കുവാനും ചിന്തിക്കുവാനും പറ്റിയ വിധത്തിൽ ഇവിടെ നമ്മുടെ മുമ്പിൽ വലിയ ദൃഷ്ടാന്തങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നത് ബുദ്ധിയുള്ളൊരു മനുഷ്യൻ്റെ അടയാളമാണ്, ചിന്താശക്തിയുള്ളൊരു മനുഷ്യൻ്റെ അടയാളമാണ്. അതാണ് ഇവിടെ ഇതുവരെ സംസാരിച്ചതിൻ്റെ ചുരുക്കം. അവനെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് ക്ഷണിക്കുന്ന, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ക്ഷണിക്കുന്ന, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന, അധർമ്മ വഴികളിൽ നിന്ന് ധാർമ്മികതയുടെ വഴികളിലേക്ക് ക്ഷണിക്കുന്ന ഏറ്റവും തത്വപൂർണമായ സംവിധാനമാണ് അള്ളാഹുവിൻ്റെ മതം മനുഷ്യർക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. എവിടെയും ഖുർആൻ 6236 ആയത്തുകൾ, 114 അധ്യായങ്ങൾ. എന്നെ കേൾക്കുന്ന ആർക്കും പരിശോധിക്കാമല്ലോ. പ്രകൃതി വിരുദ്ധമായി, മനുഷ്യവിരുദ്ധമായി എന്തെങ്കിലും ഒരു പരാമർശം അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനിൽ ഉണ്ട് എന്ന് പറയാൻ ഇന്ന് വരെ ലോകത്താർക്കും സാധിച്ചിട്ടില്ല. ഇല്ല, സാധിക്കുകയുമില്ല.
ലോകത്ത് നടക്കുന്ന തിന്മകളെല്ലാം നമ്മൾ വളരെ അത്ഭുതത്തോടുകൂടി ആശ്ചര്യത്തോടുകൂടി നോക്കിക്കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, റമദാനിൻ്റെ തൊട്ട് മുമ്പ് ഒരു ചുറ്റിക കൊണ്ട് ഒരു കുടുംബത്തിലെ 5 പേരെ അടിച്ചു കൊന്ന ഒരു മുസ്ലിം നാമധാരിയായ ചെറുപ്പക്കാരൻ. അതൊരു മുസ്ലിം നാമധാരിയാണ് എന്നതുകൊണ്ട് നമ്മൾ ചർച്ചയാക്കാതെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. റമദാനിൻ്റെ 1-ാമത്തെ ദിവസം, റമദാനിൻ്റെ ആദ്യ പകലിൽ താമരശ്ശേരിക്കടുത്ത് പൂനൂരിനടുത്ത് ഒരു ഷഹബാസ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സുകാരനായ കുട്ടിയുടെ തലയുടെ പിറകുവശത്ത് നെഞ്ചക്ക് വെച്ച് അടിച്ച് കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പത്രത്തിൽ വായിച്ചു, ആ സംഭവത്തിൻ്റെ പിന്നിലുള്ള കുട്ടികൾക്ക് സംശയിക്കുന്ന പ്രതികളാണെന്ന് സംശയിക്കുന്ന കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലും കോടതി അവരുടെ ജാമ്യം നിഷേധിക്കുകയാണ് എന്ന് ഇന്നലെ പത്രത്തിൽ വലിയ അക്ഷരത്തിൽ നമ്മളൊക്കെ വായിച്ചു. അതിനാ ജഡ്ജി പറഞ്ഞ ന്യായം എന്താണ്? തെറ്റായ മെസ്സേജായിരിക്കും അവർക്കിപ്പോൾ ജാമ്യം കൊടുത്താൽ ഇതുപോലെയുള്ള കുട്ടികൾ റീഡ് ചെയ്യുക, വായിക്കുക. അതുകൊണ്ട് ജാമ്യം നിഷേധിക്കുകയാണ്. നെഞ്ചക്ക് വെച്ച ഒരു കുഞ്ഞിൻ്റെ തലയുടെ പിറകു വശത്ത് അടിച്ച് അവൻ്റെ തലച്ചോറ് കലങ്ങി അവൻ ലോകത്തോട് വിട പറയാണ് റമദാനിൻ്റെ 1-ാമത്തെ പകലിൽ. അല്ലേ? എന്തിൻ്റെ പേരിലാണ്? ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ, ആ മരിച്ച ഷഹബാസിൻ്റെ വീട്ടിൽ അവൻ്റെ ഉപ്പയെ കാണാൻ പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10-ൽ ചെന്നു. ആ രക്ഷിതാവ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറയാണ്, ഷഹബാസിനെ ഇവിടെ ബൈക്കിൽ ഒരാൾ ആക്കിക്കൊടുത്ത് അവൻ എങ്ങനെയൊക്കെയോ ബെഡ്റൂമിലേക്ക് കയറി അവിടെ കിടന്ന് തല ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് അവനെ കൊണ്ടുപോയി അവൻ മരിക്കുകയാണ്. അവൻ്റെ ഉപ്പ കണ്ണീരോടുകൂടി പറയണ്. എന്നിട്ട് ആ ഉപ്പ പറയുന്നത് എന്താ അറിയോ? അപ്പോൾ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ കൂട്ടുകാരുടെ, ഞങ്ങളുടെ അടി കുറച്ച് കൂടിപ്പോയി അല്ലേ എന്ന മെസ്സേജാണ് മൊബൈലിലേക്ക് അപ്പോൾ വരുന്നത്. പക്ഷേ ചില ആളുകളുടെ വർത്തമാനങ്ങളിൽ മൊബൈലുകളിൽ നിന്ന് മൊബൈലുകളിലേക്ക് പോകുന്ന മെസ്സേജുകളിൽ നമ്മളൊക്കെ പ്രായപൂർത്തിയാവാത്തവരാണ് എന്ന നിലക്ക് രക്ഷപ്പെടാനുള്ള പഴുതകൾ ഉണ്ടാകുമെന്ന മെസ്സേജുകൾ വരെ കൈമാറിപ്പോകുന്ന വാർത്തകളാണ് എനിക്കും നിങ്ങൾക്കും കേൾക്കാൻ പറ്റിയത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന മിൻ അശ്റാത്തി സാഅ, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ അറിയിച്ച കുറേ കാര്യങ്ങളിൽ ഒന്ന് സിന വർദ്ധിക്കുമെന്നതാണ്, വ്യഭിചാരം വർദ്ധിക്കുമെന്നതാണ്. ഞാനിപ്പോൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഖംറ് വർദ്ധിക്കുമെന്നതാണ്. അൽ ഖംറ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ലഹരി ഉണ്ടാക്കുന്ന ഏത് കാര്യത്തിനും പറയാവുന്ന പേരാണ്. അത് MDMA ആകാം, അത് കള്ളാവാം, അത് മയക്കുമരുന്നാകാം, അത് കഞ്ചാവാകാം. ഏത് അർത്ഥത്തിലുള്ള ലഹരിയാണെങ്കിലും അതിന് ഖംറ് എന്ന് പ്രയോഗിക്കാം. അത് വ്യാപിക്കുമെന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു പ്രവാചകൻ, അൽ ഹർജ്, ഹർജും വ്യാപിക്കും. സ്വഹാബത്ത് ഉടനെ ചോദിച്ചു, പ്രവാചകരെ അൽ ഹർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകന്റെ സ്വഹാബത്തിനുള്ള മറുപടി വന്നു, അൽ ഹർജ് എന്ന് പറഞ്ഞാൽ അൽ ഖത്ൽ, കൊലപാതകമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മറുപടി കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരു കാലം വരാതെ ലോകം അവസാനിക്കുകയില്ല. എങ്ങനെ കാലം വരാതെ? വലാ യദിരിൽ ഖാതിലു ഫീമ ഖതല വലൽ മഖ്തൂലു ഫീമ ഖുതില. എന്താ അതിൻ്റെ അർത്ഥം? വലാ യദിരിൽ ഖാതിലു, കൊല്ലുന്നവൻ അറിയില്ല. ഇങ്ങനെ ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല. കൊല്ലുന്നവൻ അറിയില്ല എന്തിനാണ് ഞാൻ ഈ കൊലപാതകം ചെയ്തത് എന്ന്. SSLCക്ക് പഠിക്കുന്ന കുട്ടിയുടെ കഴുത്തിലേക്ക് കടാര താഴ്ത്തുന്ന സഹപാഠികൾ അറിയുന്നില്ല എന്തിനാണ് തൻ്റെ കൂട്ടുകാരനെ കൊന്നു തീർക്കുന്നത്. നെഞ്ചക്ക് വെച്ച് അടിച്ച് കൊല്ലുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല എന്തിനാണ് കൊന്നു തീർക്കുന്നത് എന്ന്. നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ ശരീരത്തിലേക്ക് കത്തി ആയിന്നിറക്കുമ്പോൾ ആ മകൻ ആലോചിക്കുന്നില്ല എൻ്റെ മാതാവിനെ ഞാൻ എന്തിനാണ് കൊന്നു തീർത്തത് എന്ന്. വലൽ മഖ്തൂലു ഫീമ ഖുതില, കൊല്ലപ്പെട്ടവൻ അറിയില്ല എന്തിനാണ് എന്നെ ഇവർ കൊന്നത്, എന്തിനാണ് ഞാൻ കൊല ചെയ്യപ്പെട്ടത് എന്ന് അവർക്കറിയില്ല. എന്ന് പറഞ്ഞാൽ കൊലപാതകം വ്യാപകമാകും, കൊട്ടേഷൻ സംഘങ്ങൾ ആളുമാറിപ്പോകും. എന്നിട്ട് കൂട്ടുകുടുംബങ്ങളോട് പറയുന്നു ഞങ്ങൾക്ക് ആളുമാറിപ്പോയതാണ് എന്ന്. ഇതൊക്കെ നമ്മൾ വായിക്കുകയാണ്. സാക്ഷരത കൊണ്ട് നിറഞ്ഞ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന്
അഭിമാനത്തോടുകൂടിയും ആശ്ചര്യത്തോടുകൂടിയും പറഞ്ഞവർ അതേ കൊച്ചു കേരളത്തിലാണ് ഈ അർത്ഥത്തിലുള്ള കൊലപാതകങ്ങളും തോന്നിവാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. 80 വയസ്സുള്ള ഒരു പിതാവാണ് തൻ്റെ മകനോടുള്ള ദേഷ്യം കൊണ്ട് ആ മകനും ഭാര്യയും 2 പെൺകുട്ടികളും ഒരു ബെഡ്റൂമിൽ നിൽക്കുന്ന സമയത്ത് പുറത്തേക്ക് വാതിൽ ലോക്കിട്ടുകൊണ്ട് ആ റൂമിലേക്ക് പെട്രോൾ ഒഴിച്ച് പെട്രോൾ കുപ്പികൾ ആ റൂമിലേക്ക് എറിഞ്ഞ് തീയെറിഞ്ഞ് ആ കുടുംബത്തെ നശിപ്പിച്ച് കളയുന്നത്. അയാൾക്ക് ചെന്നിയുടെ അസുഖമായിരുന്നില്ല. 80 വയസ്സുള്ള മനുഷ്യൻ ഈ പണി ചെയ്യുന്നതിന് മുമ്പ് അയാൾ വാട്ടർ ടാങ്കിലെ വെള്ളം മുഴുവനും വറ്റിച്ച് കളഞ്ഞിട്ടുണ്ട് അല്ലേ? അഥവാ നാട്ടുകാരെങ്കിലും ഓടി വന്ന് ഇനി മോട്ടോർ അത് ഓൺ ചെയ്തുകൊണ്ട് വെള്ളമടിച്ച് ഇവരെ രക്ഷപ്പെടുത്തും എന്നയാൾ ചിന്തിച്ച് ആ മോട്ടോറിലേക്ക് പോകുന്ന വെള്ളമടിക്കാൻ ഉപയോഗിക്കുന്ന മോട്ടോറിലേക്ക് പോകുന്ന കണക്ഷൻ അയാൾ കട്ട് ചെയ്തിട്ടുണ്ട്. പോരാ, ഫ്രീസറിൽ കുറച്ച് ഐസ് ഉണ്ടായിരുന്നു, അതയാൾ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ച വെള്ളത്തിൻ്റെ ബോട്ടിലുകൾ നിറച്ചു വെച്ച വെള്ളം അയാൾ പുറത്തേക്ക് എടുത്തു കളഞ്ഞിരുന്നു. എത്ര വയസ്സുണ്ട് അയാൾക്ക്? 80 വയസ്സ്. 80 വയസ്സുള്ള ഒരാൾ തൻ്റെ മകനോടുള്ള ഏതോ ഒരു നിമിഷത്തിലുണ്ടായ ദേഷ്യം തീർക്കാൻ ആ 4 മനുഷ്യരുടെ മയ്യത്ത് പുറത്തെടുക്കുന്നവർ ലോകത്തോട് പറഞ്ഞത്, ബെഡ്റൂം കത്തിച്ചാമ്പലാകുമ്പോൾ ആ ബെഡ്റൂമിൽ നിന്ന് കട്ടിലും ബെഡുമെല്ലാം കത്തി കറുത്തിരിണ്ട പുകകൾ ഉരുണ്ട് കയറി അവർ രക്ഷപ്പെടാനാവാതെ എത്ര സമയം കിട്ടി അവർക്ക്? അയൽവാസിയായ ഹൈന്ദവന്റെ വീട്ടിലേക്ക് അവർ റൂമിൽ വെച്ച് ഫോൺ ചെയ്തു, ഞങ്ങളുടെ റൂം കത്തുന്നുണ്ട്, ഓടി വരണമെന്ന് പറഞ്ഞ്. ആ അയൽവാസിയായ ഹൈന്ദവ സുഹൃത്ത് ഓടി വരുമ്പോൾ പെട്രോൾ കുപ്പി വീണ്ടും ഈ ഓടി വരുന്ന മനുഷ്യന്റെ നേരെ 80കാരൻ എറിയുകയാണ്, അടുത്തേക്ക് വരാൻ സമ്മതിക്കാതെ. എന്നിട്ട് ആ ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് അവർ അഭയം തേടുകയാണ്. 4 പേരും പുക ശ്വസിച്ച് മരിച്ചു വീഴുമ്പോൾ ആ ബാത്റൂമിൽ നേരാവണ്ണം കിടക്കാൻ വലുപ്പമില്ലാത്ത ബാത്റൂമിൽ 4 പേരും കെട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു അവിടെ മയ്യത്ത് കിടന്നിരുന്നത് എന്ന് മയ്യത്ത് പുറത്തെടുത്തവർ ലോകത്തോട് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ? ഞാനിത് പറഞ്ഞത് കഴിഞ്ഞുപോയ തിന്മകളുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഓർമ്മകളെ എൻ്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് പുതുക്കിക്കൊണ്ടുവരാനല്ല, മറിച്ച് തിന്മകൾ വർദ്ധിക്കുക എന്നത് ലോകം അവസാനിക്കാൻ സമയമാകുമ്പോൾ ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രവചിച്ചതാണ്. അവിടെ എനിക്കും നിങ്ങൾക്കും തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം നടത്താനുണ്ട്. തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം. അവിടെ വിശ്വാസികൾ എന്ന നിലക്ക് വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആരുടെ മുമ്പിലും വിശ്വാസത്തെയും ആദർശത്തെയും അടിയറ വെക്കാതെ ഞാനും നിങ്ങളും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ, ഇവിടുത്തെ സോഷ്യൽ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ തന്നെ, ഇവിടുത്തെ മനുഷ്യത്വപരമായ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി പടപൊരുതുമ്പോൾ തന്നെ തൻ്റെ വിശ്വാസത്തെയും ആദർശത്തെയും അടിയറ വെക്കാതെ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ തൻ്റെ കർമ്മങ്ങളെയും പ്രവൃത്തികളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ പ്രത്യേകത ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ റബ്ബ് അവൻ ഏകനാണ് എന്ന് വിശ്വസിക്കുന്ന മതമാണ്. അവന് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പങ്കാളിയെ വെച്ചു കൊടുത്തുകൂടാ എന്ന് ഉറപ്പിച്ചു പറയുന്ന മതമാണ്. ലോകത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും, ഖുറാനിൽ പേരെടുത്തു പറഞ്ഞ 25ഓളം പ്രവാചകന്മാർ, ലോകത്തിലേക്ക് കടന്നു വന്ന 1,00,000-ൽ പരം വരുന്ന ദൂതന്മാർ, അവർ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ കാണാം അവർ വിളിച്ച വിളി, ഏ സമൂഹമേ, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. എത്ര മനോഹരമായിട്ടാണ്, എത്ര ആശയ സമ്പുഷ്ടമായിട്ടാണ് ഈ സമൂഹത്തെ നന്മയിലേക്ക് പ്രവാചകന്മാർ ക്ഷണിച്ചത് അല്ലേ? ആ ഡ്യൂട്ടിയാണ് നമ്മൾ ഇന്നും നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടത്. ആദ്യം മനുഷ്യരെ ക്ഷണിക്കേണ്ടത് അവനെ സൃഷ്ടിച്ച സ്രഷ്ടാവിലേക്കാണ്. അതിലൂടെ മാത്രമേ അവൻ്റെ ഇരുട്ടിലും വെളിച്ചത്തിലും രാപ്പകലിലും അന്ത്യയാമങ്ങളിലുമുള്ള തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയുള്ളൂ. അവൻ പോലീസിനെ പേടിച്ചിട്ടാണെങ്കിൽ അതില്ലാത്ത സമയത്ത് തിന്മ ചെയ്യും. മാതാപിതാക്കളെ ഭയപ്പെട്ടിട്ടാണെങ്കിൽ അവർ കാണാത്ത സമയത്ത് തിന്മ ചെയ്യും. പള്ളി ഭാരവാഹികളെയോ മഹലിനെയോ ഭയപ്പെട്ടിട്ടാണെങ്കിൽ മഹലിന് പുറത്താകുമ്പോൾ തിന്മ ചെയ്യും. അവന് സദാസമയവും കാണുന്ന പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടാണെങ്കിലോ അവന് രാത്രിയെന്നോ പകലെന്നോ നാടെന്നോ പുറം നാടെന്നോ രാജ്യമെന്നോ അതേ പുറം രാജ്യമെന്നോ വ്യത്യാസമില്ലാതെ ഒറ്റക്കുള്ള യാത്രയിലും കൂരിരുട്ടിലും ഇരുട്ടിൻ്റെ മറവിലും ലോകത്തിൻ്റെ രക്ഷിതാവിനെ കാണുമെന്ന ബോധമാണ് ഒരു മനുഷ്യനെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, നന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആനിന്റെ പ്രയോഗം ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്,
അള്ളാഹു ലോകത്തിന്റെ രക്ഷിതാവ് പതിസ്ഥാനത്തിരുന്ന് എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്നാണ്. ആ വിശ്വാസം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരണം. അപ്പൊ പിന്നെ എങ്ങനെ നൊന്ത് പ്രസവിച്ച ഉമ്മ യൂട്യൂബിൽ വന്നിട്ട് മുഖം മറച്ചു പറയാണ്, എൻ്റെ മോന് 6 വയസ്സാകുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് മരിച്ചു, ഇവൻ്റെ ഉപ്പ മരിച്ചുപോയി, ഇവൻ്റെ അച്ഛൻ മരിച്ചുപോയി, എന്നിട്ട് അവന് വേണ്ടി ഞാൻ വേറെ ഒരു കല്യാണം പോലും കഴിക്കാതെ ഞാൻ അവനെ പഠിപ്പിക്കാൻ എന്നെ വേറെ കല്യാണം കഴിച്ചു വിട്ടാൽ ഒരുപക്ഷെ എൻ്റെ 6 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ ഭാവി നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് അവന് വേണ്ടി ഞാൻ വിവാഹം വരെ മാറ്റിവെച്ചു. ഇന്നവന് +2 കഴിഞ്ഞ് 20 വയസ്സിൻ്റെ അടുത്തേക്ക് എത്തി. ഈ വീട്ടിൽ ഞാനും അവനുമല്ലാതെ മറ്റാരുമില്ല. പക്ഷേ രാത്രി ഇരുട്ടിയാൽ ഞാൻ അയൽവാസിയുടെ വീട്ടിൽ പോയി കിടക്കാറാണ് പതിവ്. എന്താ കാരണം? നൊന്ത് പ്രസവിച്ച മകന് ഈ ഉമ്മക്ക്, ഈ അമ്മക്ക് പേടിയാണ്. അവൻ രാത്രി ഇരുട്ടിയാൽ, അതേ പരിസരങ്ങളെല്ലാം ഉറങ്ങിയാൽ, അയൽവാസികളെല്ലാം ഉറങ്ങിയാൽ ഇവൻ എൻ്റെ അടുത്തേക്ക് കാമഭ്രാന്തനായി, ഒരു കാമഭ്രാന്തനായി, ഒരു ലൈംഗിക ദാഹം തീർക്കാൻ, ഒരു സ്ത്രീയോട് കാണിക്കുന്ന ക്രൂരത ചെയ്തു തീർക്കാൻ, ഒരു ബലാത്സംഗത്തിന്റെ മനസ്സുമായി അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നു. മുഖം മറച്ച് ഒരു അമ്മ യൂട്യൂബിൽ വന്ന് പറയുന്നു, എൻ്റെ മോൻ മാത്രമുള്ള വീട്ടിൽ എനിക്കുറങ്ങാൻ ധൈര്യമില്ല. നമ്മൾ കേട്ടില്ലേ? നമ്മളൊക്കെ വായിച്ചില്ലേ? ആ ഉമ്മയുടെ സ്വരം നമ്മളൊക്കെ കേട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ, നേരത്തെ ഇവിടെ പറഞ്ഞ സർവ്വ തിന്മകളുടെയും എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ദീർഘമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരം, ഈ ജീവിതം എന്ത് എന്ന് നമ്മൾ അറിയണം. ചിലപ്പോൾ ഇടയ്ക്കരയിൽ നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, ലിബറൽ ചിന്തകൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. എന്തിനാണ് ഈ ജീവിതം? ആര് തന്നതാണ്? നമ്മൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച വാക്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, 30 വയസ്സുള്ള ഒരാൾ 31 വർഷം മുമ്പ് എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. എൻ്റെ പ്രായം എത്രയാണോ അതിനേക്കാൾ ഒരു 10 മാസം മുമ്പ് ഞാൻ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് ഉപ്പയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് തെറിച്ചു വീണ ശുക്ലത്തിലെ കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്ത ബീജത്തെ എടുത്ത് അണ്ഡവുമായി ചേർത്ത് ഗോളാകൃതി പ്രാപിച്ച് മാതാവിൻ്റെ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിക്ക് ദ്വാരമുണ്ടാക്കി 3ാമത്തെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഒരു അട്ടയെപ്പോലെയുള്ള നുത്തുഫത്തും അലക്കത്തും മുളകത്തുമായിരുന്നു മനുഷ്യരെ നമ്മളെല്ലാവരുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചതാണ്. സംശയമുണ്ടോ? അങ്ങനെ ആയിരുന്നു. ഒരു ബീജവും അണ്ഡവും ചേർന്ന പിന്നീട് ഒരു രക്തകഷ്ണമായി മാറുന്ന, ഒരു രക്തപിണ്ഡമായി മാറുന്ന, പിന്നീട് അത് മാംസപിണ്ഡമായി മാറുന്ന. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. എത്ര സ്തുതിച്ചാലും മതിയാവില്ല. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യലോകത്തോട് പറയുന്നത് മുദ്ഗത്ത് എന്ന പ്രയോഗം. ഈ നാട്ടിലെ മനുഷ്യരെ ആലോചിക്കാൻ വേണ്ടി പറയാണ്, ചിന്തിക്കാൻ വേണ്ടി പറയാണ്. മുദ്ഗത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മനുഷ്യൻ കടിച്ചു തുപ്പിയ ഇറച്ചി കഷ്ണം എന്നാണ്. മനുഷ്യൻ കടിച്ചു തുപ്പിയ ഇറച്ചി കഷ്ണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം പേര് പോലും സ്വന്തം ഭാഷയിൽ എഴുതാൻ അറിയാത്ത പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, മുദ്ഗത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കടിച്ചു തുപ്പിയ ഇറച്ചി കഷ്ണം എന്നാണ് അതിൻ്റെ അർത്ഥം. 2020, 2000 ഒക്കെ ആയപ്പോൾ അമേരിക്കയിലെ ഉയർന്ന വിശ്വഗ്രന്മാർ, ഗൈനക്കോളജിസ്റ്റുകൾ അല്ലേ, അവർ ലോകത്തോട് പറയാണ്, ഞങ്ങൾ ബൈബിൾ പരിശോധിച്ചു, ഞങ്ങൾ ലോകത്ത് കിട്ടാവുന്ന വേദപുസ്തകങ്ങളെല്ലാം പരിശോധിച്ചു, അങ്ങനെ ഞങ്ങളുടെ അന്വേഷണം ഖുർആനിലെത്തി. ഖുർആനിൽ ഞങ്ങളൊരു അത്ഭുതം കണ്ടു. ആ അത്ഭുതം എന്താണ്? മുദ്ഗത്ത് എന്ന പദപ്രയോഗമാണ്. എന്താണ് ആ പ്രയോഗത്തിന്റെ പ്രത്യേകത? മുദ്ഗത്ത് എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത അമേരിക്കയിലെ മുസ്ലിങ്ങളല്ലാത്ത ഗൈനക്കോളജിസ്റ്റുകളുടെ കൂട്ടായ്മ ലോകത്തോട് പറഞ്ഞത്, ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ആദ്യ മാസം പൂർത്തിയാകുന്ന, ഗർഭത്തിന്റെ പ്രായം 26 or 28 ദിവസമേ പ്രായമായിട്ടുള്ളൂ, അതിൻ്റെ ചിത്രം ഒന്ന് സ്കാൻ ചെയ്തിട്ട് കൊണ്ടുവരിക. ഈ സ്റ്റേജിൽ കാണുന്നത് പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു വലിയ സ്ക്രീനിൽ ആ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇറച്ചി കഷ്ണം മാത്രമായി കിടക്കുന്ന കുഞ്ഞായി മാറാൻ പോകുന്നതിനെ പ്രദർശിപ്പിക്കുക. എങ്കിൽ മനുഷ്യൻ്റെ പല്ല് പതിഞ്ഞ അടയാളം, മനുഷ്യൻ്റെ പല്ല് പതിഞ്ഞ അടയാളം 28 ദിവസമോ 26 ദിവസമോ പ്രായമുള്ള മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഇറച്ചി കഷ്ണത്തിലുണ്ട്. അമേരിക്ക ലോകത്തോട് പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ പല്ല് പതിഞ്ഞ അടയാളം
27 days, വെറും 27 ദിവസം പ്രായമുള്ള ഗർഭത്തിന്റെ ചിത്രം പുറത്തെടുത്താൽ അതിലുണ്ട്. നമ്മളല്ല പറഞ്ഞത്, അമേരിക്കയിലെ വലിയ ഒരു ബിഷഗ്ഗരന്മാരുടെ കൂട്ടായ്മ പറഞ്ഞു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ച് നടന്നു പോകുന്ന, ആടുകളെ മേച്ച് ജീവിക്കുന്ന, എഴുത്തും വായനയും അറിയാത്ത അതേ മക്കയുടെ മണ്ണിൽ, പ്രിയപ്പെട്ടവരെ, ആ സൗദി അറേബ്യ എന്ന് നാം പേരിട്ട് വിളിക്കുന്ന ആ നാടിന്റെ മണ്ണിൽ മടക്കുകളിലൂടെ അല്ലെങ്കിൽ അതുപോലെ തന്നെ മണൽ കൂനകളിലൂടെ നടന്നു പോകുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് മുമ്പിൽ ഈ ഒരു പദപ്രയോഗം അർത്ഥവ്യത്യാസമില്ലാതെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അർത്ഥം, പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ആപ്റ്റായിക്കൊണ്ടാണ്, എത്രത്തോളം യോജിച്ചുകൊണ്ടാണ് ഇന്ന് ശാസ്ത്രലോകം ലോകത്തോട് വിളിച്ചു പറയുന്നത്. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യാഖ്യാനമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥം വെച്ച് കൊടുക്കുന്നതല്ല. അത് പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു വഹീ പ്രകാരം അറിയിക്കുന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന്. അതുകൊണ്ട് തെറ്റ് സംഭവിക്കില്ല. ഞാനൊരു ഉദാഹരണം മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചതാണ്. ഖുർആൻ മനുഷ്യരെ ക്ഷണിക്കുന്നത്, ഏറ്റവും ആദ്യമായി ക്ഷണിക്കുന്നത്, പ്രഥമമായി ക്ഷണിക്കുന്നത്, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ക്ഷണിക്കുന്നത് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിലേക്കാണ്. അത് മനസ്സിലായാൽ ബാക്കി വിഷയങ്ങളൊക്കെ വേഗത്തിൽ മനസ്സിലാവും. ഒരു മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവ് അവൻ ലോകത്തോട്, മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്, ഇവിടെ പറഞ്ഞല്ലോ, മനുഷ്യന് മാത്രമാണ് ബുദ്ധി, വിവേചന ശക്തി, ശരിയും തെറ്റും, ധർമ്മവും നീതിയും അനീതിയും സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള കഴിവുള്ളത്. മൃഗങ്ങൾക്ക് അതുണ്ടോ? ഇല്ല. അവരെങ്ങനെ ജനിച്ചു അങ്ങനെ ജീവിച്ച്. ഒരു 40 കൊല്ലം മുമ്പ് നമ്മൾ കണ്ട കുരുവി ഇന്നും അങ്ങനെയാണ് കൂടുണ്ടാക്കുക. ഇത് 2025 എന്ന് പറഞ്ഞ് അവർ മാറി ചിന്തിക്കുകയില്ല. മനുഷ്യരോ 40 കൊല്ലം മുമ്പ് ഉള്ള ടൗൺ ആണോ നമ്മുടെ നാട്ടിലെ ടൗണ്? ആണോ? ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുമോ? ഒരു 50 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട് ഇങ്ങനെ ആയിരിക്കുമോ? മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കും. അത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. ആ മനുഷ്യനെ സംവിധാനിച്ച ലോകത്തിന്റെ രക്ഷിതാവ്, അവൻ്റെ തലച്ചോറ് കൊടുത്ത, അവൻ്റെ കിഡ്നി കൊടുത്ത, അവൻ്റെ ആമാശയം കൊടുത്ത, അവൻ്റെ വാൾവ് കൊടുത്ത, അവൻ്റെ വിരലുകളുടെ ഈ മടക്കുകൾ സന്ധികൾ കൊടുത്ത, അവൻ്റെ തള്ളവിരലിൻ്റെ പ്രത്യേകത കൊടുത്ത, ലോകത്ത് 800 കോടിയിലധികം മനുഷ്യർ ഇന്ന് ലോകത്തുണ്ടെങ്കിൽ 800 കോടിയിലധികം മനുഷ്യരുടെയും തള്ളവിരലിൻ്റെ അടയാളം വേറെ വേറെ ഒരു ചെറിയ 1 ഇഞ്ച് സ്ഥലത്ത് ഡിസൈൻ ചെയ്ത ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്ക്, നമ്മൾ ഒന്നാലോചിച്ച് നോക്ക്. 1 ഇഞ്ച് സ്ഥലത്താണ്, ഒരു 10 പേരുടേതല്ല, 100 അല്ല. ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന ഇത് രണ്ടുമാണല്ലോ ലോകത്ത് ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യം, ജനസംഖ്യയുള്ള രാജ്യം. ഈ 2 രാജ്യത്തെ മനുഷ്യർ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും, മരിച്ചുപോയവർ, ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, ഇനി വരാനിരിക്കുന്നവർ, 1 ഇഞ്ച് സ്ഥലത്ത് എല്ലാവരുടെയും തള്ളവിരലുകളുടെ അടയാളം വേറെ വേറെയാക്കിയ ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിൻ്റെ ആ കഴിവ്, അത് ചിന്തിച്ചാൽ മനുഷ്യർക്ക് കാര്യം മനസ്സിലാവില്ലേ? ആ റബ്ബ് മനുഷ്യർക്ക് ഇത്രയും വലിയ സംവിധാനം തന്ന, നമ്മൾ എല്ലാ പ്രസംഗത്തിലും പറയാറുണ്ട്, 496 കിലോമീറ്റർ നീളമുള്ള ഞരമ്പ് ചുരുട്ടി തലച്ചോറ് കൊടുത്ത, ഒരു 17 ബക്കറ്റ് രക്തം ഒരു ദിവസം 170-160 രക്തം പിന്നെ ലിറ്റർ രക്തം ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് കൊടുത്ത കിഡ്നി തന്ന ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ്, 8 മണിക്കൂർ കൊണ്ട് കഴിച്ച ഭക്ഷണങ്ങൾ, അത് വെജാണെങ്കിലും നോൺ വെജാണെങ്കിലും ദഹിപ്പിക്കാൻ കഴിവുള്ള ആമാശയ സംവിധാനം കൊടുത്ത പ്രപഞ്ചത്തിൻ്റെ നാഥൻ ആകെ മനുഷ്യലോകത്തോട് തിരിച്ചാവശ്യപ്പെട്ടതെന്താ? എവിടെയെങ്കിലും പണം എറിയാൻ പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടെ പറയണം, ഇന്ന സ്ഥലത്ത് കാണിക്ക സമർപ്പിക്കണം, അങ്ങനെ ഒരു ആരാധനയെ ഇസ്ലാമിലില്ല. നിന്റെ സ്വത്തിന്റെ 2%, 2.5% നീ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1000 രൂപ നീ അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ 25 രൂപ നിന്റെതല്ല. 10,000 നീ അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ 250 നിന്റെതല്ല. 1,00,000 നീ അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ 2,500 നിന്റെതല്ല. അതിലിൽ ഫുഖറാ വൽ മസാക്കീൻ, അത് പാവപ്പെട്ടവർക്കുള്ളതാണ്, അത് നിരാലംബരായ മനുഷ്യർക്കുള്ളതാണ്, അത് കടത്തിൽ കുടുങ്ങിയവർക്കുള്ളതാണ്, അത് വഴിപോക്കരായ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്, അത് പിരിക്കാൻ പോകുന്ന സക്കാത്തിന്റെ അതിനുവേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ്. ഇങ്ങനെ അതിൻ്റെ കൃത്യമായ നിലപാട് പറഞ്ഞു. അതല്ലാതെ നിസ്കരിക്കാൻ പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് പണമെറിയണം പറഞ്ഞിട്ടില്ല. ഹജ്ജിന് പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് നിങ്ങൾ കാണിക്ക സമർപ്പിക്കണം പറഞ്ഞിട്ടില്ല. ഒരു ആരാധനയിലും പണമെറിയുന്നൊരു ഏർപ്പാടില്ല.
പിന്നെ ശരീരത്തിന് ഭാരമാകുന്ന ഒരു ആരാധനാ രീതി ഇസ്ലാമിക മതത്തിലില്ല. എവിടെയുള്ളത്? മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ആരാധനാ രീതി ഇല്ല. 5 നേരം നമസ്കരിക്കണമെന്ന് പറഞ്ഞു, അതിന് കൃത്യമായ സമയം നിശ്ചയിച്ചു കൊടുത്തു. അത് സമയനിർണിതമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അത് മനുഷ്യനെ തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു. ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് 5 നേരം കുളിച്ച മനുഷ്യന്റെ ശരീരത്തിൽ അഴുക്കുകൾ ബാക്കിയാകുമോ എന്ന് അള്ളാഹുവിന്റെ മതം ചോദിച്ചു. അതുപോലെ 5 നേരം കൈകെട്ടി നിന്നുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്ത് അവന്റെ മുമ്പിൽ വളഞ്ഞു നിന്ന് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്ത് സുജൂദ് ചെയ്ത് 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുമ്പോൾ അവന്റെ മനസ്സ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പാകപ്പെടുമെന്ന് പറഞ്ഞു. അവന് താങ്ങാനാവാത്ത ഒരു ആരാധന രീതി കൊടുത്തിട്ടില്ല. അള്ളാഹു വെച്ച ഡിമാൻഡിൽ ആദ്യത്തെ ഡിമാൻഡ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ ഒരു മനുഷ്യൻ ഉറച്ചു നിൽക്കുവാനുള്ള പ്രധാനപ്പെട്ട ഡിമാൻഡ് അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇടയ്ക്കിടയിൽ എൻ്റെ നാട്ടിൽ ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾ ഇസ്ലാം എന്ന് പറയുന്ന രാജപാതയിലേക്ക്, അള്ളാഹുവിൻ്റെ ഈ രാജപാതയിലേക്ക്, ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിൻ്റെ ഈ ധന്യമായ പാതയിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ ആഗ്രഹം വന്നാൽ അയാൾ ചെയ്യേണ്ട പണി എന്താ? ഒന്ന് കുളിച്ച് വൃത്തിയായി മനസ്സും ശരീരവും പാകപ്പെടുത്തി അയാളിതാ ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഞാനൊരു കല്ലിനെയും ആരാധിക്കില്ല, ഞാനൊരു മുള്ളിനെയും ആരാധിക്കില്ല, ഞാനൊരു ഷെയ്ഖിനെയും ആരാധിക്കില്ല, ഞാനൊരു ബീവിയെയും ആരാധിക്കില്ല, ഞാനൊരു ഹോജയെയും ആരാധിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നവരെ ആരാധിക്കില്ല, ഞാൻ മരിച്ചവരെ ആരാധിക്കില്ല, ഞാൻ മലായിക്കത്തുകളെ ആരാധിക്കില്ല, ഞാൻ ജിന്നുകളെ ആരാധിക്കില്ല, ദൈവത്തിന്റെ സൃഷ്ടിചരാചരങ്ങളെ ആരാധിക്കുകയില്ല. എല്ലാറ്റിനെയും സൃഷ്ടിച്ച ആ പ്രപഞ്ചത്തിന്റെ നാഥനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇതാർക്കും സ്വീകരിക്കാം അല്ലേ? മുഹമ്മദ് നബി ആരാധിക്കണമെന്നതാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നതെങ്കിൽ, മുസ്ലിങ്ങൾ ലോകത്തോട് പറയുന്നതെങ്കിൽ തർക്കമുണ്ടാവും. അതല്ല പറയുന്നത്. മുഹമ്മദ് നബിയെ ലോകത്തിലേക്ക് സമ്മാനിച്ച പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനെ ആരാധിക്കണം. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അത് പഠിപ്പിക്കാൻ വന്ന 1,00,000-ൽ പരം പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായി കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നത് വഴി ഈ ധന്യമായ രാജപാതയാകുന്ന ഇസ്ലാമിന്റെ ഋജുവായ നേരായ ചൊവ്വായ വക്രതയില്ലാത്ത ഈ കൃത്യമായ സിറാത്തുൻ മുസ്തഖീമായ ഇസ്ലാമിന്റെ പാതയിലേക്ക് അവന് പ്രവേശിക്കാൻ വേറെ തടസ്സങ്ങളില്ല, വേറെ മാമൂലികളില്ല, വേറെ ഒച്ചപ്പാടുകളില്ല, വേറെ ബഹളങ്ങളില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, എത്ര സുതാര്യമാണ്, എത്ര എളുപ്പമാണ് ഇത് മനസ്സിലാക്കാൻ. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. കറുത്തവനും വെളുത്തവനും നിസ്കരിക്കാൻ വേറെ വേറെ ലൈനുണ്ടോ? എല്ലാ പള്ളിയും നിങ്ങളൊന്ന് പരിശോധിച്ചോളൂ. കറുത്തവനും വെളുത്തവനും, തൊഴിലാളിയും ഉടമയും, ഫാക്ടറിയുടെ ഉടമയും അവിടുത്തെ സെർവന്റും എല്ലാവരും ഒരുപോലെ ഒരേ ലൈനിൽ. അതിൽ ഒരു 100 ആൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിക്കുള്ളിൽ ഒരു നിസ്കരിക്കാനുള്ള റൂമുണ്ടെന്ന് വിചാരിച്ചോളൂ. അവിടുത്തെ സെർവന്റ് ഒരു 5,000-ഓ 10,000-ഓ സാലറി വാങ്ങുന്ന, ഒരു ചെറിയ സാലറി വാങ്ങുന്ന 10,000 രൂപക്ക് പണിയെടുക്കുന്ന ഒരു സെർവന്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ സെർവന്റിനാണ് ഖുർആൻ നന്നായി അറിയുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഉടമയും അവിടുത്തെ മാനേജർമാരും അവിടുത്തെ ജനറൽ മാനേജറും അവിടുത്തെ ബാക്കിയുള്ള വ്യത്യസ്ത പദവിയിൽ ഇരിക്കുന്നവരും അവിടുത്തെ എഞ്ചിനീയർമാരുമെല്ലാം ആ മനുഷ്യന്റെ പിറകിൽ നിൽക്കണം. എന്നിട്ട് അയാൾ ഇമാമായി നമസ്കരിക്കണം. കറുകറുത്ത ബിലാൽ, വെളുവെളുത്ത സൽമാൻ റളിയല്ലാഹു അൻഹുമ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് ഈ സൗഹൃദത്തിന്റെ, ഈ മനോഹാരിതയുള്ള സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തെ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തില്ലേ? അതാ ഇസ്ലാമിന്റെ പ്രത്യേകത. അവിടെ കറുത്തവനോ വെളുത്തവനോ വലിയവനോ ഉയരം കുറഞ്ഞവനോ ഹൈറ്റ് കുറഞ്ഞവനോ ഹൈറ്റ് കൂടിയവനോ ഇല്ല, വ്യത്യാസമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും മതമാണ്. എന്നിട്ട് മനുഷ്യരോട് ഖുർആൻ പറഞ്ഞു, മനുഷ്യരെ, യാ യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരൊറ്റ ആണിൽ നിന്നും ഒരൊറ്റ പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. പിന്നെ നിങ്ങളെ ഗോത്രങ്ങളാക്കിയത് എന്തിനാ? നിങ്ങളെ വർഗങ്ങളാക്കിയത് എന്തിനാ?
നിങ്ങളെ ചേരിതിരിച്ചത് എന്തിനാ? ലിതഅറഫു, പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവിഐപികൾ ആരാ? നിങ്ങളുടെ കൂട്ടത്തിലെ വിവിഐപികൾ ആരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുർആനിന്റെ ആയത്തോതിയിട്ട് പറഞ്ഞു, അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള ആളുകളാണ്, തഖ്വയുള്ള ആളുകൾ. അത് ഒരു പക്ഷേ ഒരു റിക്ഷ ഡ്രൈവറായിരിക്കും, ഒരു കൂലിപ്പണിക്കാരനാകും, ഒരു ടാക്സി ഡ്രൈവറാകും, ഒരു ഷോപ്പിൽ നിൽക്കുന്ന ആളാവും, അല്ല സാധാരണക്കാരനായി ഒരു പണിയെടുക്കുന്ന മനുഷ്യനാകും, വലിയ ഉദ്യോഗസ്ഥനാവണമെന്നില്ല. പിന്നെ അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് ഇരുട്ടിലും വെളിച്ചത്തിലും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അധർമ്മത്തിന്റെ വിളികൾ വരുമ്പോ ഇല്ല എന്ന് സ്വയം മനസ്സിനോട് യുദ്ധം ചെയ്ത് പ്രഖ്യാപിക്കുന്ന, ദേഹേച്ഛകളെ പിടിച്ചു കെട്ടുന്ന, ഇല്ല ഞാൻ ആ തിന്മയിലേക്കില്ല എന്ന് സ്വന്തം ശരീരത്തോട് യുദ്ധം ചെയ്ത് പ്രഖ്യാപിക്കുന്ന, പടച്ചവനെ ഭയപ്പെടുന്ന ആ മനുഷ്യൻ, അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള ആള്. അവനാണ് പരലോകത്ത് അള്ളാഹു ഏറ്റവും വലിയ സ്ഥാനം നൽകുന്നത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിച്ചു. അപ്പൊ ഇവിടെ വേറെ ചേരിതിരിവുകളില്ല. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് മനുഷ്യന്റെ മുമ്പിൽ പറയാനുള്ളത് ഏകദൈവ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ഈ ലോകത്തെ മുഴുവനും സംവിധാനിച്ചു തന്ന റബ്ബ്. ചിന്തിച്ചോക്ക്, ഞാൻ വിശദീകരിക്കണില്ല, എനിക്ക് ശാരീരികമായിട്ട് പ്രയാസമുണ്ട്. ആകാശങ്ങളെ വാരി വിതറിയ മിന്നാമിനുകളെ പോലെ എത്ര ദൂരമാണ് നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളെ അതിൻ്റെ വേണ്ട കൃത്യമായ സ്ഥാനത്ത് വാരി വിതറിയ പ്രപഞ്ചത്തിൻ്റെ നാഥനായ റബ്ബ്. ഭൂമി 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ വലുപ്പമുള്ള സൂര്യനെ നമുക്ക് വേണ്ടി സ്ഥാപിച്ചു തന്ന ലോകത്തിൻ്റെ രക്ഷിതാവ്. ഇവിടെയാണ് ഇപ്പൊ സൂര്യൻ നിൽക്കുന്നതെങ്കിൽ അവിടുന്ന് കുറച്ച് ഉയർന്നു പോയാൽ മനുഷ്യരെ നമ്മൾ ഐസുകട്ടകളായി മാറും. ഇവിടെയാണ് സൂര്യൻ നിൽക്കുന്നത്, കുറച്ചുകൂടി അത് താഴോട്ട് വന്നാൽ മനുഷ്യന്റെ തല ഉരുകി ഒലിക്കുന്ന അവസ്ഥ വരും. അതുകൊണ്ട് അതിനെ എവിടെ സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ച പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് 13.5 ലക്ഷം ഭൂമി അതിൽ കൊണ്ടുപോയി വെക്കാൻ സ്ഥലമുണ്ട് എന്ന് പറയുമ്പോൾ സൂര്യൻ ലോകത്തിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രമല്ല എന്ന് സയന്റിസ്റ്റുകൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അതിനേക്കാൾ വലുത് ലോകത്ത് വേറെയുമുണ്ട്, പ്രപഞ്ചത്തിൽ വേറെയുണ്ട്, ചെറുതുമുണ്ട്, ഗാലക്സികളുണ്ട്. അപ്പൊ എന്താണ് ഈ പ്രപഞ്ചം? എന്താണ് ഈ പ്രപഞ്ചം? ചിന്തിച്ചു നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര അത്ഭുതത്തോടു കൂടിയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു മനുഷ്യൻ പഠിക്കേണ്ടത്, ആലോചിക്കേണ്ടത്. ഇത് സംവിധാനിച്ചു തന്ന റബ്ബ് അല്ലേ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെട്ടത് പറയാനാണ്. നമ്മുടെ ഈ ശരീരം നമുക്കിങ്ങനെ സംവിധാനിച്ചു തന്ന റബ്ബ് എല്ലാം കഴിക്കാൻ അനുവദിക്കപ്പെട്ടത് കാലുകൊണ്ട് ഇറുക്കി പിടിച്ച് ചുണ്ടുകൊണ്ട് കൊത്തിവലിക്കുന്ന കാക്ക, കഴുകൻ, പരുന്ത്, ഇതുപോലെയുള്ള പക്ഷികളെ നിങ്ങൾ ഭക്ഷിക്കരുത്. തേട്ടയുള്ള മൃഗങ്ങളെ കഴിക്കരുത്. പന്നി, പട്ടി ഇതുപോലെയുള്ള മൃഗങ്ങളെ നിങ്ങൾ ഭക്ഷിക്കരുത്. അനുവദിച്ചതെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. അനുവദിച്ച പക്ഷികളെ എല്ലാം നിങ്ങൾക്ക് കഴിക്കാം. കടൽ ജീവികളെ നിങ്ങൾക്ക് കഴിക്കാം. ഇതൊക്കെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ അനുവദിച്ചതെല്ലാം നമുക്ക് ഭക്ഷിക്കാം. പക്ഷേ ഇന്നത് കുടിക്കരുതെന്ന് പറഞ്ഞു, അത് കുടിക്കാതിരിക്കണം, അത് കഴിക്കാതിരിക്കണം. അത് നിന്റെ ശരീരത്തിന് കൂടി ഉപകാരപ്പെടുന്നതാണ്. ഈ കടയിൽ നമ്മുടെ നാട്ടിൽ ഒരു കടയിൽ സിഗരറ്റ് വിൽക്കുന്ന ഒരു കടയിൽ ചെന്ന് ഒരു പാക്കറ്റ് വാങ്ങി ആ പാക്കറ്റ് ഒന്നിങ്ങനെ പിടിച്ചിട്ട് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, റെഡ് കളറിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് നിന്റെ ആരോഗ്യത്തിന് കേടാണ്. UDF ഭരിച്ചാലും LDF ഭരിച്ചാലും ഓരോ ഡ്യൂട്ടി കഴിഞ്ഞു. രാജ്യം ആര് ഭരിച്ചാലും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. പക്ഷെ മതത്തിന്റെ ഡ്യൂട്ടി അവിടെ അവസാനിക്കുന്നില്ല. ഇത് ആരോഗ്യത്തിന് കേടാണ് എന്ന് സ്റ്റിക്കർ വെച്ചിട്ട് കൊടുത്തോ എന്ന് മതം പറയില്ല. മതം മനുഷ്യന്റെ മനസ്സിനെയാണ് നന്നാക്കുന്നത്. അവനോട് ആത്യന്തികമായി അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. താൽക്കാലികമായി ഇത് കുടിച്ചാൽ നിന്റെ ആരോഗ്യത്തിന് കേടാണ്, അത് മനസ്സിലാക്കിയിട്ട് നീ കുടിച്ചോ എന്നല്ല. സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതി വെച്ചിട്ട് കുടിച്ചോ എന്നല്ല. അല്ല, അങ്ങനെയല്ല മതം മനുഷ്യരെ പഠിപ്പിക്കുന്നത്. ഇത് കഴിക്കുക, കുടിക്കുക എന്നത് നിന്റെ ശരീരത്തിന് അപകടമാണ്. അത് ജനങ്ങൾക്ക് ഉപദ്രവമാണ്. നിന്റെ ഭാര്യക്ക് പ്രശ്നമാണ്, നിന്റെ മക്കൾക്ക് അഭിമാന പ്രശ്നമാണ്, നിന്റെ കുടുംബത്തിനത് അപകടമാണ്. അതുകൊണ്ട് കുടുംബത്തെ അപകടത്തിലാക്കുന്ന, ഭാര്യയെ കണ്ണീരിലായിട്ടുന്ന, മക്കളെ പ്രയാസപ്പെടുത്തുന്ന നിന്റെ ജീവിതം നാക്കാലികളെ പോലെ തെരുവ് പട്ടികളെ പോലെ അഴുക്കുചാലിലും അങ്ങാടിയിലും അവിടെ ഉടുതുണി പോലുമില്ലാതെ കിടക്കേണ്ടി വരുന്ന, ലജ്ജിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തെ വടിയാധാരമാക്കി കളയുന്ന ഒന്നിലേക്ക് നീ പോകരുത് എന്ന് അള്ളാഹുവിന്റെ മതം മനുഷ്യനെ പഠിപ്പിക്കുകയാണ്.
ആ നന്മയാണ് അതിലൂടെ അല്ലാഹു തആല മനുഷ്യരിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ മനുഷ്യനത് ആലോചിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ലഹരിക്കെതിരെ പറയുമ്പോൾ ലഹരി വേണമെന്ന് പറയാൻ ആളുകളുണ്ടാവും, അതിന് മുദ്രാവാക്യം വിളിക്കാൻ ആളുകളുണ്ടാകും, അല്ലേ? വലിയ വലിയ ചിന്തകന്മാരായി ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർ കേരളക്കരയിൽ മലയാളത്തിൽ പ്രസംഗിക്കുന്നു. എന്താ പറയുന്നത്? അമേരിക്കയിലൊക്കെ സുലഭമായി എല്ലാ കടയിലും കഞ്ചാവ് വാങ്ങാൻ കിട്ടും, അതുകൊണ്ട് നമ്മുടെ നാടും അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവിടുത്തെ തെരുവിൽ ആളുകൾ ഇങ്ങനെ സുലഭമായി ആണും പെണ്ണും ഇടകലർന്ന് വീണ് കിടക്കുന്നു, ആടിക്കളിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു. അങ്ങനെ ആയിക്കൂടെ നമ്മുടെ നാട്ടിലുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അത് അവരുടെ മാനസികമായ നിലയിൽ അവർക്ക് വലിയ ഫ്രീഡമായി തോന്നുന്നു. പക്ഷെ മതം മനുഷ്യനെ നന്മയിലേക്കാണ് ക്ഷണിക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഒരു വാക്ക് പ്രത്യേകം പറഞ്ഞു. ഈ ലഹരി എന്നത് അത് കള്ളാവാം, മയക്കുമരുന്നാവാം, കഞ്ചാവാകാം, ഏറ്റവും നൂതനമായ MDMA ആവാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഉമ്മുൽ ഖബായിസ്, അത് സർവ വൃത്തികേടുകളുടെയും ഉമ്മയാണ്, മാതാവാണ്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് മിഫ്താഹു ശർറ്, തിന്മകളുടെ താക്കോലാണ്. എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ചിന്തിച്ചോ, കള്ള് കുടിച്ച് ലഹരി അടിച്ച് MDMA അടിച്ചവൻ പിന്നീട് കൊലപാതകത്തിലേക്കെത്തും, അവൻ വ്യഭിചാരത്തിലേക്കെത്തും, അവൻ ബലാത്സംഗത്തിനിരയാക്കും. നടന്നു വരുന്ന കുട്ടിയുടെ ശരീരത്തിലേക്ക് ഒരുപക്ഷെ വാഹനം അങ്ങ് അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ ശരീരത്തിലേക്ക് ഇടിച്ചു കയറ്റും. നമ്മുടെ നാടിലെ നമ്മുടെ പ്രവർത്തകയായ കുട്ടി പോലും വഴിക്കടവിൻ്റെ മണ്ണിൽ നിന്ന് തിരുവനന്തപുരത്ത് കോളേജിൻ്റെ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വഴിയിൽ ആ കുട്ടി അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത ഗേറ്റിലൂടെ ആ കോളേജിലെ കുട്ടികൾ തുറന്ന ജീപ്പിൽ മദ്യപാനികളായി അവർ ആർത്തുല്ലസിച്ച് കടന്നു വന്ന് നമ്മുടെ പൊന്നു പെങ്ങളെ, അല്ലേ, ഈ നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവരെ പാരത്രികമായ ലോകത്തിലേക്ക് ആ പെൺകുട്ടിയുടെ യാത്രക്ക് വഴിയാക്കിയ സംഭവം നമ്മൾ മറന്നിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ പ്രവർത്തകയായിരുന്നു ആ കുട്ടി. വഴിക്കടവിൽ തിരുവനന്തപുരത്ത് പഠിക്കുന്ന, എങ്ങനെ സംഭവിച്ചത്? കോളേജിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റ് 1, പുറത്തേക്ക് പോകുന്ന ഗേറ്റ് 1. കുട്ടി പുറത്തേക്ക് വരുന്നു. ഉള്ളിലേക്ക് ഒരിക്കലും ആ വഴിയിലൂടെ വാഹനം പ്രവേശിക്കാൻ പാടില്ല. പക്ഷേ മദ്യപിച്ചവർ, കള്ളു കുടിച്ചവർ തുറന്ന ജീപ്പിൽ 10-15 പേര് ആർത്തുല്ലസിച്ച് കടന്നു വരുമ്പോൾ ഏത് ഗേറ്റാണ് ഉള്ളിലേക്കുള്ളത്, ഏത് ഗേറ്റാ പുറത്തേക്കുള്ളത്? അവരുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പാവപ്പെട്ട നമ്മുടെ പെങ്ങളുടെ ശരീരത്തിലേക്ക് ആ വാഹനം ഇടിച്ചു കയറുകയാണ്. മറന്നിട്ടില്ല നമ്മൾ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു അവർക്ക് മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. നമ്മളൊക്കെ പെൺകുട്ടിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചില്ലേ? ആ കുട്ടിയുടെ മയ്യത്ത് നമസ്കാരത്തിന് തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും കൊല്ലത്തു നിന്നുമൊക്കെ എത്തിയ ആളുകൾ പറഞ്ഞു, ഇവളാണ് ഞങ്ങളെ പ്രോഫ്കോണിലേക്ക് ക്ഷണിച്ചത്, ഇവളാണ് ഞങ്ങൾ നന്മയിലേക്ക് ക്ഷണിച്ചത്. എൻ്റെ മോള് നന്നാവാൻ കാരണക്കാരി ഈ മരിച്ചു കിടക്കുന്ന മോളാണ്, എൻ്റെ ഉമ്മ നന്നാവാൻ കാരണം ഈ മരിച്ചു കിടക്കുന്ന മോളാണ് എന്ന് അന്നവിടെ പതുക്കെ ആളുകൾ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ എന്തിനാ ഇത് ഈ സന്ദർഭത്തിൽ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ആ മോക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ എത്ര തിന്മകളുടെ കഥകൾ ഇങ്ങനെ പറയാനുണ്ട്. സ്വബോധം നഷ്ടപ്പെടുന്ന, സമൂഹത്തിന് നാശമുണ്ടാക്കുന്ന, കുടുംബത്തിന് അപകടമുണ്ടാക്കുന്ന, മക്കൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ഈ പ്രവൃത്തി ഉമ്മുൽ ഖബായിസ്, സർവ വൃത്തികേടുകളുടെയും മാതാവാണ്. പോരാ, മിഫ്താഹു ശർറ്, സർവ തിന്മകളുടെയും താക്കോലാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് വെറുതെ പറഞ്ഞതല്ല. അതൊക്കെ മണിക്കൂറുകൾ സംസാരിക്കാനുള്ള വിഷയമാണ്. വെറുതെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വാക്കുകൾ പറഞ്ഞു പോവുകയല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. ആ നിലക്ക് എന്നെ കേട്ടവരെ, നിങ്ങൾ വിഷയത്തിൻ്റെ അകക്കാമ്പുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ഈ തിന്മകളിൽ ഈ പറയുന്ന നേരത്തെ ഇവിടെ സംസാരിച്ചു പോയ ഹിലാൽ CP-യുടെ ഈ സംസാരത്തിലുണ്ടായ ഏതൊക്കെ തിന്മകളെ എണ്ണി പരിഹാരം പറഞ്ഞു തന്നോ, ആ തിന്മകൾ മുഴുവനും പ്രിയപ്പെട്ടവരെ, ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല എന്ന നിലക്കാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സർവ്വ തിന്മകളും, ആ തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തിന്മയാണ് മനുഷ്യരെ നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹുവിനോട് ചെയ്യുന്ന ധിക്കാരം, റബ്ബിനോട് ചെയ്യുന്ന ധിക്കാരം, പടച്ചവനോട് ചെയ്യുന്ന ധിക്കാരം, വിരാട് പുരുഷനോട് ചെയ്യുന്ന ധിക്കാരം. ആ ധിക്കാരത്തിൻ്റെ പേരാണ് ശിർക്ക് എന്ന് പറയുന്നത്.
കടുത്ത പാപമാണത്. ലുക്മാൻ തന്റെ മകനെ ഉപദേശിക്കുന്നത് ഇപ്രകാരം നിങ്ങൾ കേട്ടിട്ടുണ്ട്: ഇന്ന ശിർക ലളുൽമുൻ അളീം, ഇന്ന ശിർക ലളുൽമുൻ അളീം. ശിർക്ക് എന്നത് മഹാപാപമാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശിർക്ക് എന്ന മഹാപാപം എന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവ്, ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവായിരിക്കെ, അവനാണ് എനിക്ക് വായു തന്നത്, അവനാണ് എനിക്ക് വെളിച്ചം നൽകുന്നത്, അവനാണ് ശ്വസന പ്രക്രിയ തന്നത്, അവനാണ് ഓക്സിജൻ സ്വീകരിക്കാനുള്ള സംവിധാനം നൽകിയത്, അവനാണ് എനിക്ക് ഉപജീവനം നൽകുന്നത്. എല്ലാം അവനായിരിക്കെ. ഇനി ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-22 വചനം എടുത്തോക്ക്, ഇതിന്റെ ഉത്തരം കിട്ടും. ഏറ്റവും കടുത്ത പാപാവാനുള്ള കാരണം എന്താണ്? യാ യുഹന്നാസ്, ഓ മനുഷ്യരേ, യാ യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. എല്ലാ ഉത്തരം അതിലുണ്ട്. ഈ ഒറ്റ 2 വചനങ്ങൾ മതി സത്യത്തിൽ ഈ വിഷയത്തെ ഒന്ന് അഗാധമായി ചിന്തിക്കാൻ. എന്തുകൊണ്ടാണ് ഈ ശിർക്ക് കടുത്ത പാപമായി മാറുന്നത്? യാ യുഹന്നാസ്, ഏ മനുഷ്യരേ, യാ യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ ആരെ ആരാധിക്കണം? നിങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ ആരാധിക്കണം. ഒരു ഈച്ചയെ പോലും ലോകത്ത് സൃഷ്ടിച്ച ഒരാളുമില്ല. മുഹമ്മദ് നബി സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ലാന്ന്. ലോകത്ത് കടന്നു വന്ന ലക്ഷക്കണക്കിന് 1 ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ സൃഷ്ടിച്ചോ? ഇല്ല. ഋഷിവര്യന്മാരോ സിദ്ധന്മാരോ തങ്ങന്മാരോ ബീവിമാരോ ഹോജമാരോ ലോകത്തേതൊക്കെ പേരിൽ അറിയപ്പെടുന്ന മതപുരോഹിതന്മാരായി അറിയപ്പെടുന്ന ആളുകൾ, അവരാരെങ്കിലും വല്ലതും സൃഷ്ടിച്ചോ? ഇല്ല. അല്ലാഹ് പറയാ, നിങ്ങളെ സൃഷ്ടിച്ചവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഖാലിഖാര അല്ലാഹുവാണ്, അതുകൊണ്ട് അവൻ ആരാധിക്കണം. പോരാ, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനായ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഹൈന്ദവ സുഹൃത്തുക്കളോട് പറയാ, ശ്രീകൃഷ്ണനെ ആരാധിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ലോകത്ത് വരുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണൻ്റെ അമ്മയില്ലേ, കുടുംബങ്ങളില്ലേ, ലോകത്ത് മനുഷ്യരില്ലേ? മുഹമ്മദ് നബി ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയുടെ ഉമ്മ ആമിനയില്ലേ? ലോകത്ത് ഉണ്ട്. വാപ്പ അബ്ദുള്ള ലോകത്തില്ലേ? ഉണ്ട്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് ലോകത്തിലില്ലേ? ഉണ്ട്. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് അമ്മയാകുന്ന മറിയം ലോകത്തില്ലേ? ഉണ്ട്. മറിയം ബീബി ലോകത്തുണ്ട്. മൂസാ നബി ലോകത്തിലേക്ക് വരുമ്പോൾ മൂസാ നബിയുടെ ഉമ്മ ലോകത്തില്ലേ? ഉണ്ട്. ഖുർആൻ പറയാ, നിങ്ങളെ സൃഷ്ടിച്ചതാരാ? നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനാരാ? അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. 1. 2, പിന്നെ ഈ ഭൂമിയെ നിങ്ങൾക്ക് വിധാനിച്ചു തന്നവൻ, ആകാശത്തെ മേൽക്കൂരയാക്കി നിർത്തിയവൻ, ആകാശത്തു നിന്ന് വെള്ളമിറക്കി തന്നവൻ, അതിലൂടെ നിങ്ങൾക്ക് വേണ്ട മാർഗങ്ങളെ ഉൽപാദനങ്ങളെ ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ അള്ളാഹുവിന് പകരക്കാരെ വെക്കരുത് കേട്ടോ, സമന്മാരെ നിശ്ചയിക്കരുത് കേട്ടോ. ആയത്ത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. യാ യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ. ഇതൊക്കെ ചെയ്തത് അവനാണെങ്കിൽ, വെള്ളമിറക്കിയത് അവനാണെങ്കിൽ, ഉൽപ്പാദിപ്പിച്ചത് അവനാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട സൗകര്യമൊരുക്കിയത് അവനാണെങ്കിൽ, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, ആ റബ്ബിന് നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കരുത്, പകരക്കാരെ വെക്കരുത്. നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കും. ഇത് ഇസ്ലാമിൻ്റെ ബേസാണ്. ഇത് ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ ആദ്യത്തെ വിളിയാണ്, മനുഷ്യരേ എന്ന വിളി. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ ആദ്യത്തെ വിളി മനുഷ്യരേ എന്ന ആദ്യത്തെ വിളി. ആ വിളിച്ചിട്ട് പറഞ്ഞത് നമുക്ക് തന്ന വെള്ളത്തെക്കുറിച്ച്, വെള്ളത്തിലൂടെ റബ്ബ് ഈ ഭൂമിയിൽ മുളപ്പിക്കുന്ന സസ്യങ്ങളെ, ഉൽപാദനങ്ങളെ, അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി,
അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ മേഘപാളിയിൽ നിന്ന് വെള്ളമിറക്കിയത്, അതല്ല നാമാണോ? അള്ളാന്റെ ചോദ്യമാണ്. അള്ളാന്റെ ചോദ്യം. ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് ഖുർആനിൽ. ഖുർആന് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആളുകൾ, പഠിച്ചിട്ടില്ലാത്ത ആളുകൾ, അവരോട് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് അറിഞ്ഞവരും അറിയാത്തവരും ഒരുപോലെയാണോ? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, ഈ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ചോദിക്കൂ നബിയെ, പ്രവാചകരെ, സമൂഹത്തോട് ചോദിക്കൂ, മനുഷ്യരോട് ചോദിക്കൂ, ഖുർആനിനെ കുറിച്ച് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? അല്ലാന്ന് മനുഷ്യന്റെ മനസ്സ് പറയും. ആ ചോദ്യം ഇപ്പോൾ ആകാശത്ത് നിന്ന് വെള്ളമിറക്കുന്നത് നിങ്ങളാണോ? മനുഷ്യൻ അറിയാതെ പറയും, അല്ല, ഞങ്ങളല്ല. നിങ്ങളാണോ മേഘപാളിയിൽ നിന്ന് വെള്ളമിറക്കുന്നത്, അതല്ല നാമാണോ എന്ന് അള്ളാഹ് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ഹൃദയം അറിയാതെ ഉത്തരം പറയും, അല്ല റബ്ബേ, അല്ല ദൈവമേ, അല്ല വിരാട് പുരുഷ, നീയാണ് എന്ന് മനുഷ്യന്റെ മനസ്സറിയാതെ പറയും. അത് മനുഷ്യന്റെ മനസ്സറിയുന്ന റബ്ബ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉത്തരമുയരാൻ ലോകത്തിന്റെ രക്ഷിതാവ് മനുഷ്യന്റെ മനസ്സിൽ തട്ടുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നത് ഖുർആനിന്റെ ശൈലിയാണ്. എന്തിനാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ വെക്കരുത് എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് നിങ്ങൾ ആ വിഷയത്തിൽ അറിവുള്ളവരാണെങ്കിൽ എന്ന് പറഞ്ഞത് എന്തിനാ? ചിന്തിച്ചിട്ട് ചെയ്താൽ മതി. ഇതാണ് ആലോചിച്ച് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ മതി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വിഷയം സത്യസന്ധമായി മനസ്സിലാക്കാൻ പറ്റും. അത് ഖുർആനിലെ 2-ാം അധ്യായത്തിൽ സൂറത്ത് ബഖറയിൽ അല്ലാഹ് ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ സമന്മാരെ വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ പോലെ വേറൊരു ശക്തി ഉണ്ട് എന്ന് വിചാരിക്കലാണോ? അല്ല, അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഗുണവിശേഷണങ്ങൾ എല്ലാം കേൾക്കുന്നവൻ അതൊരാൾക്ക് കൊടുത്താൽ അള്ളാഹുൽ പങ്കുചേർക്കലായി. എല്ലാം കാണുന്നവൻ, നമുക്കെല്ലാം കാണാൻ കഴിയുമോ? ഇല്ല. നമുക്കതിന് ചില നിബന്ധനകളും അതിന് ചില പിന്നെ അള്ളാഹു വെച്ച ചില നടപടിക്രമങ്ങളുമുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ഉറക്കമില്ല, അവന് ക്ഷീണമില്ല, അവന് തളർച്ചയില്ല, അവന് മയക്കമില്ല, അവന് പാസ്റ്റ് ഇല്ല, അവന് പ്രസന്റ് ഇല്ല, അവന് ഫ്യൂച്ചർ ഇല്ല. അത് അള്ളാന്റെ പ്രത്യേകതയാണ്. ഹയ്യുല്ല യമൂത്ത്, ഒരിക്കലും മരണമില്ല. അവൻ ആദ്യമേ ഉള്ളവനാണ്. ലം യലിദ് വലം യൂലദ്, ഒരാളുടെ സന്താനമായി ജനിച്ചിട്ടില്ല. അള്ളാഹുവിനൊരു സന്താനവും പറഞ്ഞിട്ടില്ല. കണ്ടോ? ഇതൊക്കെ റബ്ബിന്റെ പ്രത്യേകതയാണ്. ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ ഒന്നുമില്ല, അവനെ പോലെ ഒന്നുമില്ല. അപ്പൊ റബ്ബിനെ ഒന്നിലേക്കും താരതമ്യം ചെയ്യാൻ പാടില്ല. അവൻ വേറെയാണ്. ആലം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും കൈകെട്ടി നിസ്കരിക്കുമ്പോൾ 5 നേരം 17 തവണ നിർബന്ധമായി പറയുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ അഊദും ബിസ്മിയും കഴിഞ്ഞാൽ അല്ലാഹ് പറയിപ്പിച്ചത് എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. ആലം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ് ഒഴിച്ച് ബാക്കിയെല്ലാം, ചരാചരങ്ങൾ, ചെടികൾ, സസ്യലതാദികൾ, മനുഷ്യർ, മലക്കുകൾ, ജിന്നുകൾ, ലോകത്ത് എന്തൊക്കെയുണ്ടോ, വൈറസുകൾ, ബാക്ടീരിയകൾ, കണ്ണുകൊണ്ട് കാണുന്നത് കാണാത്തത്, സർവ്വ ചരാചരങ്ങളും ഈ ആലമിൽപ്പെട്ടു. അല്ലാഹ് ഒഴിച്ച് ബാക്കി എല്ലാവരും. അപ്പോൾ അള്ളാഹുവിനാകുന്ന സർവസ്തുതി, സർവ്വതിനെയും സംവിധാനിച്ച അള്ളാഹുവിന്. എന്നിട്ട് അള്ളാഹിനെ വാഴ്ത്തി പറയുന്നു, അവനെ പ്രകീർത്തിക്കുന്നു. അള്ളാഹു അർ റഹ്മാനാണ്, അള്ളാഹു അർ റഹീമാണ്, കാരുണ്യവാനാണ്, കരുണയുടെ നിധിയാണ്, അവൻ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ്. എന്നിട്ട് മനുഷ്യനെ കൊണ്ട് പ്രതിജ്ഞ ചൊല്ലിപ്പിക്കുകയാണ്. മുസ്ലിങ്ങളെ ശരിക്ക് ശ്രദ്ധിച്ചു കേൾക്കണം. 5 നേരം ഫർളിൽ അവനെ കൊണ്ട് കൈകെട്ടി നിർത്തി പ്രതിജ്ഞ ചൊല്ലിപ്പിക്കുന്നു. സുന്നത്തിൽ വേറെയും പ്രതിജ്ഞ ചൊല്ലിപ്പിക്കുന്നു. ഈ വാഴ്ത്തി പറയൽ, സ്തുതികീർത്തനങ്ങൾ, സ്തോത്രകീർത്തനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മുസ്ലിമിനെ കൊണ്ടും അല്ലാഹ് പറയിപ്പിക്കും, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. അതൊരു പ്രതിജ്ഞയാണ്, അതൊരു പ്രതിജ്ഞയാണ്. ഇതാ ഞങ്ങൾ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ എടുക്കുന്നു എന്ന് പറഞ്ഞ് പെരുന്നാളിന്റെ ദിവസം പ്രതിജ്ഞ എടുത്തിട്ടില്ലേ കുറെ ആളുകള്? ഇല്ലേ? ക്ലബിന്റെ കീഴിൽ പ്രതിജ്ഞ എടുത്തിട്ടില്ലേ? പഞ്ചായത്തിന്റെ കീഴിൽ പ്രതിജ്ഞ എടുത്തിട്ടില്ലേ? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, ഇസ്ലാമിന്റെ മർമ്മമായ തൗഹീദ്, ഇസ്ലാമിന്റെ ബേസായ തൗഹീദ്, മനുഷ്യനെ നരകത്തിലെത്തിക്കുന്ന ശിർക്ക്, അത് ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ 5 നേരത്തെ നമസ്കാരത്തിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് കൈകെട്ടി നിർത്തി അവനെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ. എന്നിട്ട് എല്ലാ മനുഷ്യരും അത് പാലിച്ചോ? എല്ലാ മുസ്ലിങ്ങളും അത് പാലിച്ചോ? ഒരിക്കലുമില്ല.
ഒരിക്കലുമില്ല. പക്ഷെ പ്രതിജ്ഞ എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ, സത്യല്ലേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് ചൊല്ലിപ്പറഞ്ഞ മനുഷ്യൻ, ആ പ്രതിജ്ഞ പറഞ്ഞ ഉമ്മ, ആ പ്രതിജ്ഞ പറഞ്ഞ ഉപ്പ, ആ പ്രതിജ്ഞ പറഞ്ഞ നമ്മുടെ ജ്യേഷ്ഠാനിയന്മാർ, സുഹൃത്തുക്കൾ, സഹോദരിമാർ, ആ നിസ്കാരം കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒന്ന് വീണു പോകുമ്പോൾ തൻ്റെ കുട്ടി കിണറിൻ്റെ അടുത്തേക്ക് നിരങ്ങി നീങ്ങുന്നത് കാണുമ്പോൾ, ഒരു ഗർത്തത്തിലേക്ക് തൻ്റെ കുട്ടി നിരങ്ങി നീങ്ങുന്നത് കാണുമ്പോൾ, ഒന്ന് കാല് വഴുക്കി ഒന്ന് വീണു പോകാൻ അവസരം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പ്രിയപ്പെട്ടവരെ, പെട്ടെന്നൊരു വാഹനം നമ്മുടെ മുന്നിലേക്ക് നിയന്ത്രണം വിട്ട് കടന്നു വന്നാൽ ഉടനെ ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിനെ മറന്നിട്ട് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പോലും വിളി വരുന്നത് അല്ലാഹുവേ എന്നല്ല, അല്ല, റബ്ബിന്റെ സൃഷ്ടികളായ പലരുടെയും പേരാണ്. ഇത് സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? പിന്നെ ഈ ചൊല്ലിയ പ്രതിജ്ഞയുടെ അർത്ഥം എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ചൊല്ലിയ പ്രതിജ്ഞയുടെ അർത്ഥതലം എന്താണ്? എന്തർത്ഥ പിന്നെ അതിനുള്ളത്? നമ്മൾ ഈ ചൊല്ലി പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ പ്രതിജ്ഞയുടെ അർത്ഥം എന്താണ്? അവിടെയാണ് മുസ്ലിം ഉമ്മത്ത് ഗൗരവമായി ചിന്തിക്കേണ്ടത്. അത് എത്ര വലിയവനാണെങ്കിലും, നബിയേക്കാൾ വലിയൊരു മഹാവ്യക്തിത്വം ലോകത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വല്ലാത്തൊരു മഹാവ്യക്തിത്വമാണ്, അഷ്റഫുൽ ഖൽഖാണ്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളായ മുത്തു നബി, ആ നബിയേക്കാൾ ഒരു മഹാവ്യക്തിത്വം ലോകത്ത് വന്നിട്ടില്ല, ഇനി വരികയുമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മലക്കല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജിന്നല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മനുഷ്യനാണ്. നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷനുള്ള ഒരു മഹാവ്യക്തിത്വമാണ്. 2 പ്രാവശ്യം നെഞ്ചിടം പിളർത്തി അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഖൽബ്, ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഹലീമ ബീവിയുടെ കൂടെ, അതെ, ഹലീമ ബീവിയുടെ മുലപ്പാൽ കുടിച്ചു വളരുന്ന ഘട്ടത്തിൽ. 2 ഇസ്രാ മിഅ്റാജ് യാത്രയുടെ മുന്നോടിയായി 2 തവണ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ സമ്മതപ്രകാരം ജിബ്രീൽ ഇറങ്ങി വന്ന് മുത്തുനബിയുടെ നെഞ്ചിടം പിളർത്തി അവിടുത്തെ ഖൽബ് ശുദ്ധീകരിച്ചു എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ആർക്ക്? അള്ളാഹുവിൻ്റെ പ്രവാചകന്. ആ പ്രവാചകനോട് അല്ലാഹു തആല പറഞ്ഞു, ലഇൻ അശ്റക്ത, ഓ മുഹമ്മദ് നബിയെ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക്, താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ആരോട്? അള്ളാന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അവിടെ അള്ളാഹ് ഒരു വിട്ടുവീഴ്ചയും ഒരാൾക്കും കൊടുക്കുന്ന പ്രശ്നമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്ക് ചെയ്തോ? ജീവിതത്തിൽ ഇല്ല. ഈ ആയത്ത് പറയുമ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ മരണം വരെ ശിർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് പറയാണോ? അല്ല. ലോകം അവസാനിക്കുന്നത് വരെയുള്ള മുസ്ലിം ഉമ്മത്തിനുള്ള താക്കീതാണത്, മനുഷ്യർക്കുള്ള താക്കീതാണത്, മുന്നറിയിപ്പാണത്. അതെ, മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ എത്ര വലിയ ഉന്നതന്മാരാണെങ്കിലും, നിങ്ങൾ സമൂഹത്തിൽ എത്ര അറിയപ്പെട്ടവരാണെങ്കിലും, നിങ്ങൾ ഏത് മഹല്ലിൻ്റെ ആളുകളാണെങ്കിലും, നിങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണാധികാരികളാണെങ്കിലും, നിങ്ങൾ ഏത് സാമ്രാജ്യങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരാണെങ്കിലും, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക്, താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു, സമൂഹത്തെ പഠിപ്പിക്കാനാണ് അല്ലാഹു തആല മുഹമ്മദ് നബി എന്ന പുണ്യവാളനായ അള്ളാഹു തെരഞ്ഞെടുത്ത അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഈ വിഷയം പറയാൻ പേരെടുത്തു പറയുന്നത് പോലെ താങ്കൾ എന്ന് വിളിച്ചിട്ട് ലഇൻ അശ്റക്ത എന്ന് പ്രയോഗിച്ചത് അതിനു വേണ്ടിയാണ്. അപ്പം എത്ര ഗൗരവമുണ്ട് ആ വിഷയം. ഇതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും മർമ്മം. ഞാൻ ഇപ്പോൾ സുദീർഘമായി സംസാരിക്കുന്നില്ല, വിഷയത്തിൻ്റെ ആ ഡെപ്തിലേക്കൊന്നും പ്രവേശിക്കാനുള്ള സമയമില്ല. മറിച്ച് ഇത് ഗൗരവമാണ്. മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു. ഇത് വിദ്യാർത്ഥികളുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, അതിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംസാരമാണ്. അതിൻ്റെ മർമ്മപ്രധാനമായി പറയേണ്ട ഭാഗങ്ങളെല്ലാം ഹിലാൽ ഇവിടെ സൂചിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ അവിടേക്ക് പ്രവേശിക്കാതിരിക്കുന്നത്. മറിച്ച് വിദ്യാർത്ഥികൾ ഇന്ന്
ദാ അബദ്ധ സഞ്ചാരത്തിലൂടെ കടന്നു പോവുകയാണ്. പേടിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, അല്ല പരിഹാരമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ആളുകളെ ഭയാശങ്കരാക്കി നിർത്തുകയല്ല വേണ്ടത്. അല്ല, നമ്മളത് മനസ്സിലാക്കുന്നു. പോംവഴികളാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത്. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കുക, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, അവിടെയാണ് സമാധാനം കിട്ടുക. ചില ആളുകൾ മദ്യപിക്കുന്നത് തന്നെ എനിക്ക് ടെൻഷനായിട്ടാണെന്നാ. എന്നാ പിന്നെ ടെൻഷൻ മാറുമോ? കഞ്ചാവിന് അടിമപ്പെട്ടത് എനിക്കാകെ ടെൻഷനായിട്ടാണെന്നാ. അള്ളാഹു തആല പറഞ്ഞു, അള്ളാഹുവിനെ ഓർക്കുന്നത് വഴിയാണ് നിങ്ങൾക്ക് സമാധാനം, നിങ്ങളുടെ സർവ്വ ടെൻഷനുകളും മാറാൻ. പടച്ചവനെ ഓർക്കുക. എനിക്ക് തന്ന ജീവിതമാണിത്. എന്നെ പരീക്ഷിക്കും ലോകത്തിൻ്റെ രക്ഷിതാവ്. കുടുംബത്തിലൂടെ പരീക്ഷിക്കും, മക്കളിലൂടെ പരീക്ഷിക്കും, സമ്പത്തിലൂടെ പരീക്ഷിക്കും, ശരീരത്തിലൂടെ പരീക്ഷിക്കും, വേണ്ടപ്പെട്ടവരെ മരിപ്പിച്ച് പരീക്ഷിക്കും. അല്ലേ? മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതീഅ എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ഒരു മുഅ്മിനായ ആണിനെയും മുഅ്മിനത്തായ പെണ്ണിനെയും അല്ലാഹ് മക്കളെ തൊട്ട് പരീക്ഷണം ഏർപ്പെടുത്തി തരും, സന്താനങ്ങളെ തൊട്ട് പരീക്ഷണം ഏർപ്പെടുത്തി തരും, ശരീരത്തെ തൊട്ട് പരീക്ഷണങ്ങൾ തരും, സമ്പത്തിനെ തൊട്ട് പരീക്ഷണങ്ങൾ തരും. എത്രത്തോളം പരീക്ഷണങ്ങൾ തരും? അവൻ അള്ളാഹുവിനെ കുറ്റവിമുക്തനായി കണ്ടുമുട്ടുന്നത് വരെ പരീക്ഷണങ്ങൾ അള്ളാഹു തആല തന്നുകൊണ്ടേയിരിക്കും. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ പരീക്ഷണം തരുന്ന ഇബ്രാഹിം നബിയെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. വലിയ പരീക്ഷണങ്ങളാണ് കൊടുത്തത്. കുറേ കാലം മക്കളെ കൊടുക്കാതെ പരീക്ഷിച്ചു. ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ ആരാരുമില്ലാത്ത മണൽക്കാട്ടിൽ മക്കയിൽ കലകള കിളികളുടെ പക്ഷികളുടെ കലകള ശബ്ദമില്ലാത്ത, ഇല്ല ചെടികളോ മരങ്ങളോ ഇല്ലാത്ത, എവിടെയും വെള്ളം ചെറിയ നീരുറവുകളില്ലാത്ത ആ മണൽക്കാട്ടിൽ കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് തൻ്റെ ഭാര്യയെയും മകനെയും കൊണ്ടുപേക്ഷിക്കാൻ. അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ പരീക്ഷണം ഏറ്റെടുത്ത് അവിടെ കൊണ്ടുപോയി ആക്കി. കുറേ തവണ ചോദിച്ചു ഭാര്യ, നിങ്ങൾ ഈ കുട്ടിയെയും എന്നെയും വിട്ട് ആരാരുമില്ലാത്ത ഈ മണൽക്കാട്ടിൽ ഉപേക്ഷിച്ച് പോവുകയാണോ? ഒന്നും മിണ്ടിയില്ല. വീണ്ടും വീണ്ടും ചോദിച്ചു, ഒന്നും മിണ്ടിയില്ല. അവസാനം ഭാര്യ ചോദിച്ചു, അല്ലാഹു അമറക്, നിങ്ങളുടെ അല്ലാഹ് കൽപ്പിച്ചതാണോ? നഅം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, അല്ലാഹ് കൽപ്പിച്ചതാണോ? അതെ അതെ. പിന്നെ ഒന്നും മിണ്ടിയില്ല, നടന്നു നീങ്ങി. അല്ലേ? കുട്ടി തൻ്റെ കൂടെ എല്ലാറ്റിനുമായി. ഉടനെ അല്ലാഹ് അടുത്ത പരീക്ഷണം കൊടുത്തു. ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക് ഫൻദുർ മാദാ തറാ. മോനെ, ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു നിന്നെ അറുക്കാൻ. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അതറിയും. അതുകൊണ്ട് നിന്റെ അഭിപ്രായം എന്താണ് മോനെ? യാ അബത്തി ഫഅൽ മാ തുഅ്മർ സതജുദുനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ. ഉപ്പാ, നിങ്ങളോട് അള്ളാഹു എന്ത് പറഞ്ഞോ അത് നിങ്ങൾ ചെയ്തോളൂ, ഞാൻ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. കത്തി ഒന്ന് മൂർച്ച കൂട്ടണേ, ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം കൊണ്ടുപോകണേ, എൻ്റെ കണ്ണിലേക്ക് നോക്കി അറുക്കല്ലേ, ഒന്ന് ചെരിച്ചു കിടത്തണേ. കണ്ടോ, ഇതൊക്കെയാണ് പറഞ്ഞത്. മോനെ, ഒന്ന് ചെരിച്ചു കിടത്തണേ, ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം കൊണ്ടുപോകണേ, കത്തി മൂർച്ച കൂട്ടണേ. എന്തിനാ മൂർച്ച കൂട്ടാൻ പറഞ്ഞത്? കുറേ സമയം കഴുത്തിൽ ഇങ്ങനെ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കേണ്ടി വന്നാൽ പരീക്ഷണത്തിൽ വാപ്പ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് വാപ്പ കത്തി നന്നായി മൂർച്ച കൂട്ടിക്കോളൂ. പിന്നെ ഉമ്മാൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണ്ട, കുറച്ച് ദൂരേക്ക് കൊണ്ടുപോയിക്കോളൂ, എൻ്റെ കണ്ണിലേക്ക് നോക്കണ്ട, ചെരിച്ച് കിടത്തിക്കോളൂ, ഞാൻ ക്ഷമാലുക്കളുടെ കൂട്ടത്തിലുണ്ടാകുമെന്ന് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പയോട് പ്രത്യുത്തരം പറഞ്ഞു. ഇതൊക്കെ തഫ്സീർ ചർച്ച ചെയ്തിട്ടില്ലേ? പരീക്ഷണങ്ങൾ ഇങ്ങനെ കടന്നു പോവുക. ഭാര്യയെ തൊട്ടടുത്ത സാമ്രാജ്യങ്ങളുടെ ഭരണാധികാരി തട്ടിക്കൊണ്ടുപോയി. പരീക്ഷണം ഉണ്ടായിട്ടില്ലേ? ആ ഭരണാധികാരി രാജാവ് തളരുന്നു, ക്ഷീണിക്കുന്നു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ ഒരു സ്പർശനം പോലും ഏൽപ്പിക്കാൻ പറ്റാതെയാവുന്നു. ഉടനെ തിരിച്ചു കൊണ്ടുപോകാൻ പറയുന്നു. പകരം പ്രായശ്ചിത്തമായി ഹാജറ എന്ന് പറയുന്ന കൊട്ടാരത്തിലെ വേലക്കാരികളുടെ കൂട്ടത്തിൽ ഒരാളെ, അടിമകളുടെ കൂട്ടത്തിൽ, അടിമ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരാളെ ഈ സാറയുടെ ഭർത്താവിന് പ്രായശ്ചിത്തമായി കൊടുക്കണമെന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഹാജറയെ കൊടുത്തയക്കുന്നു. അങ്ങനെ കിട്ടിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഹാജറയെ. ആ ഹാജറയെ ഓർത്തുകൊണ്ടാണ് സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക് ഞാനും നിങ്ങളും നടക്കുകയും ഓടുകയും ചെയ്യുന്നത്. പരീക്ഷണങ്ങളുടെ തീച്ചൂളയുടെ കടന്നുപോയി തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അല്ലേ? എന്തു പറയാനുണ്ടെന്ന് ചോദിച്ചു. തീക്കുണ്ടാരത്തിൻ്റെ മുന്നിലേക്ക് അവർക്ക് പിടിച്ചു തള്ളാൻ പറ്റില്ല, അത്ര ചൂടുണ്ട്. അങ്ങനത്തെ ഒരു തീക്കുണ്ടാരത്തിൻ്റെ മുന്നിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. ദണ്ഡുകൾ ഉപയോഗിച്ചുകൊണ്ട് തള്ളാനാണ് അവരുടെ തീരുമാനം. എന്തുണ്ട് താങ്കൾക്ക് പറയാൻ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂസലില്ലാതെ തിരിഞ്ഞു നോക്കി അവരോട് പറഞ്ഞു, ഹസ്ബി അല്ലാഹ്, എനിക്കെൻ്റെ റബ്ബ് മതി. ഹസ്ബി അല്ലാഹ്, എനിക്കെൻ്റെ റബ്ബ് മതി.
ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? നമുക്കെല്ലാവർക്കും ഒരു ചരിത്രത്തെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. ആ പരീക്ഷണങ്ങളെ മറികടക്കാൻ പടച്ചവനിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ മോന് നമുക്കൊരു പരീക്ഷണമാവാം, നമ്മുടെ മോള് നമുക്കൊരു പരീക്ഷണമാവാം. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് പരീക്ഷണമാണ്, ഫിത്നയാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പ്രയോഗിച്ചതാ. ആ മോൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എനിക്കിങ്ങനെ ഒരു മോനേ ഇല്ല, ഒരു വടിയെടുത്ത് മുറിച്ചിട്ട് എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ടു തരാം, എനിക്കിങ്ങനെ ഒരു മോനില്ല എന്ന് പറയാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന രക്ഷിതാക്കളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? വേദനയോടുകൂടി പ്രയാസത്തോടുകൂടി ഉപ്പമാരുടെ വർത്തമാനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ, എന്താ കാരണം? ആ മക്കളെ തൊട്ട് പരീക്ഷിക്കുകയാണ് മാതാപിതാക്കളെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും അവസാനത്തെ വിഷയം, ഈ മക്കൾ നമുക്കുപകാരമായ മക്കളായി നാളെ പരലോകത്ത് വരണം. നാളെ പരലോകത്ത് എൻ്റെ ഉമ്മയെ കൊണ്ട റബ്ബേ, എൻ്റെ വാപ്പയെ കൊണ്ട റബ്ബേ, എൻ്റെ വല്ലിമ്മയെ കൊണ്ട റബ്ബേ, എൻ്റെ വല്ലിപ്പയെ കൊണ്ട റബ്ബേ, കാലിനടിയിലിട്ട് ചവിട്ടാം എന്ന മക്കൾ, കഷ്ടപ്പെട്ടു വളർത്തിയ മക്കൾ, 20 കൊല്ലം 30 കൊല്ലമൊക്കെ പ്രവാസ ലോകത്ത് പണിയെടുത്ത് മക്കളുടെ പഠനത്തിന് വേണ്ടി പണമയച്ചവർ അല്ലേ? മക്കളുടെ പഠനത്തിന് വേണ്ടി പണമയച്ചവർ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് വിദേശത്തെ ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വാപ്പയെ വേണ്ട മക്കൾക്ക്, വേണ്ട ജേട്ടനെ വേണ്ട അനിയന്മാർക്ക്, എത്രയെത്ര കഥകളാണ് നമ്മൾ വായിക്കുന്നത്. ഒരു മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്, ആ വീടിന്റെ കയറി താമസം നടന്നിട്ടില്ല, എന്നാൽ ഔദ്യോഗികമായി കയറി താമസം നടന്നിട്ടില്ല, എന്നാൽ ആ വീട്ടിൽ താമസം തുടങ്ങിയിട്ടുണ്ട്. ആ വീട്ടിലേക്ക് അയാൾ ഗൾഫ് നിർത്തി വരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊക്കെ വായിച്ചില്ലേ, ഭാര്യയും മക്കളും പറയുന്നു നല്ല വീടാണ് വാപ്പ നമ്മുടെ വീട്. അയൽവാസികളൊക്കെ വീട് നോക്കിയിട്ട് ഇങ്ങനെ ആനന്ദം പറയുന്നു ഉപ്പ, അതുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ പോർച്ചിൽ ഒരു നല്ല കാറ് കൂടി വേണം. ഈ വർഷം നിങ്ങൾ നിർത്തല്ലേ, ഗൾഫ് നിർത്തല്ലേ, 1 വർഷം കൂടി നിങ്ങൾ നിൽക്കി. ആ വാപ്പ മക്കളുടെ റിക്വസ്റ്റ്, ഭാര്യയുടെ ഈ സംസാരം സ്വീകരിച്ചുകൊണ്ട് വിദേശത്ത് തന്നെ നിന്നു. എന്നിട്ട് ഒരു കാറിനുള്ള പണം കൂടി റെഡിയാക്കി നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ആ പ്രവാസ ലോകം അവസാനിപ്പിച്ച് യാത്രയയപ്പ് നൽകി. 10-30 കൊല്ലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് നെഞ്ചുവേദന വന്ന് ആ മനുഷ്യൻ ലോകത്തോട് വിട പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, ആലോചിക്കണേ ഞാൻ ഈ പറയുന്ന വാക്ക്. പിന്നെ സാധാരണ അയാളെടുത്ത ഫ്ലൈറ്റിൽ ആ മയ്യത്ത് പോരുകയില്ല, അതിന് ചില പേപ്പർ വർക്കുകൾ നടക്കാനുണ്ട്. അതൊക്കെ നടന്ന് ആ മനുഷ്യൻ്റെ മയ്യത്ത് ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ്റെ അനിയന്മാർ പറഞ്ഞു, കയറി താമസം കഴിയാത്ത വീടാണ്, ആ വീട്ടിലേക്ക് ഫസ്റ്റ് തന്നെ മയ്യത്ത് കൊണ്ടുവരല് നല്ല ലക്ഷണമല്ല. 30 കൊല്ലത്തെ തൻ്റെ വിയർപ്പ് ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത പണം അല്ലേ, അതുകൊണ്ട് കെട്ടിപ്പടുത്ത സൗന്ദര്യമുള്ള മനോഹാരിതയുള്ള ഒരു വീട്ടിലേക്ക് ആ പ്രവാസിയുടെ മയ്യത്ത് പോലും വെക്കാൻ ആ കൂട്ടുകുടുംബങ്ങൾ റെഡിയല്ല. പോർച്ചിൽ നിർത്തിയിട്ട പ്രിയപ്പെട്ടവരെ, പുതിയ നമ്പർ പ്ലേറ്റ് തൂക്കിയ ആ കാറ് ആംബുലൻസിന് അനുഗമിക്കാൻ നാട്ടിൽ നിന്ന് പോകുന്ന വാഹനത്തിന്റെ കൂടെ ഈ വാഹനം കൂടി പോവാൻ തീരുമാനിക്കുമ്പോൾ മരിച്ചുപോയ മനുഷ്യന്റെ കുടുംബം പറഞ്ഞു, പുതിയ വണ്ടിയാണ്, ഒരു മയ്യത്തിന്റെ കൂടെ ഫസ്റ്റ് തന്നെ കൊണ്ടുപോകുന്നത് ശരിയല്ല, കൊണ്ടുപോവണ്ട, അനിയന്റെയോ ജേട്ടന്റെയോ വീട്ടിലേക്കാണ് മയ്യത്ത് കൊണ്ടുവന്നത്. പ്രവാസ ലോകത്ത് ജീവിച്ച മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വാക്ക് പറഞ്ഞത് അല്ലേ? ആർക്കു വേണ്ടിയാണ് നമ്മൾ അധ്വാനിച്ചത്? ഈ മക്കൾക്ക് വേണ്ടിയാണ്. ആർക്കു വേണ്ടിയാണ് നമ്മൾ അധ്വാനിച്ചത്? ഈ കുടുംബത്തിന് വേണ്ടിയാണ്. ഈ കുടുംബം ദീനില്ലെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ലാഭമാണ് നമുക്ക് അവരെ കൊണ്ട് ഭൂമിയിലും നാളെ പരലോകത്തും നമുക്ക് അള്ളാഹു തരിക? വട്ടപൂജ്യമായിരിക്കും, ബിഗ് സീറോ ആയിരിക്കും, ഒന്നും കിട്ടാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഈ മക്കൾ ഉപകാരപ്പെടണം. നിങ്ങളുടെ മക്കൾ എഞ്ചിനീയറിങ്ങിന്, നിങ്ങളുടെ മക്കൾ MBBSന്, മെഡിസിൻ പിന്നെ രംഗത്ത് അല്ല IT രംഗത്ത് ഏത് പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോഴും ആ മക്കൾക്ക് ദീനുണ്ടോ, ആ മക്കൾക്ക് ദീന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ, പരിശോധനയ്ക്ക് വിധേയമാക്കണം. നാം കൊണ്ടുപോയി ആക്കി തിരിച്ചു വരുന്ന ക്യാമ്പസിന്റെ ചിത്രം എന്താണ്? ആരുടെ കൂടെയായിരിക്കും അവരുടെ കൂട്ടുകെട്ട്? പഠിക്കാൻ തയ്യാറാവണം. നമ്മുടെ മക്കളെ എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ടും മക്കൾ ശ്രദ്ധിച്ചിട്ടും വളരെ ഗൗരവപൂർവ്വം നമ്മൾ അന്വേഷണം നടത്തിയിട്ടും
നമ്മൾ തെരഞ്ഞെടുത്ത സെലക്ട് ചെയ്ത ക്യാമ്പസിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, കൂട്ടുകെട്ട് അപകടത്തിലാവാം. ആ മക്കൾക്ക് വാഹനത്തിലേക്ക് ഇന്ധനം നിറയ്ക്കുന്നത് പോലെ ഇടയ്ക്കിടെ നമ്മുടെ കുഞ്ഞു മക്കളുടെ അവരുടെ കൽബിലേക്ക്, അവരുടെ ബ്രെയിനിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം കൊടുക്കണം. വഴിതെറ്റാതെ അബദ്ധ സഞ്ചാരം നടത്താതിരിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകണം. അതിനാണ് പെരിന്തൽമണ്ണയിൽ 11-ാം തീയതി, മെയ് മാസം 11-ാം തീയതി പ്രൗഢഗംഭീരമായ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരത്തിക്കൊണ്ട് അവരുടെ പ്രിയപ്പെട്ടവരെ അവരുടെ ഹൃദയത്തിലേക്ക് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ കുറിച്ചുള്ള ബോധം, ഈ ജീവിതം എന്തിന് എന്ന് പഠിപ്പിക്കാൻ, ജീവിതത്തിന്റെ ലക്ഷ്യതലങ്ങൾ എന്തിന് എന്ന് പഠിപ്പിക്കാൻ, ഈ ജീവിതത്തെ, ഈ നൈമിഷികമായ ജീവിതത്തെ, ഈ നശ്വരമായ ജീവിതത്തെ അനശ്വരമായ അനന്തമായ ശാശ്വതമായ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താനുള്ള മേഖലയാക്കി എങ്ങനെ മാറ്റുമെന്ന് പറയാൻ, ആരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ എന്ന് പഠിപ്പിക്കാൻ, അവരുടെ ഉപദേശങ്ങൾ എങ്ങനെ സ്വീകരിക്കണമെന്ന് പറയാൻ, അവരോടുള്ള കടപ്പാട് എന്ത് എന്ന് പഠിപ്പിക്കാൻ, അയൽപ്പക്ക ബന്ധം എന്ത് എന്ന് പഠിപ്പിക്കാൻ, ഒരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ഏത് ക്യാമ്പസിനെ തിരഞ്ഞെടുക്കണമെന്ന് പറയാൻ, ഒരു കൂട്ടുകാരന്റെ സ്വഭാവം എന്തായിരിക്കണമെന്ന് അവരെ പഠിപ്പിക്കാൻ, എങ്ങനെയായിരിക്കണം ആണും പെണ്ണും തമ്മിലുള്ള ജീവിതത്തിന്റെ വഴിദൂരങ്ങൾ എങ്ങനെയായിരിക്കണം, എത്രത്തോളം ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും സംസാരിക്കേണ്ടത്. ആധുനിക ലോകത്ത് സിനിമകളിലൂടെ, അതുപോലെ തന്നെ സീരിയലുകളിലൂടെ, അതല്ലാത്ത സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിലൂടെ ഈ കുരുന്ന മക്കളുടെ ടീനേജ് പ്രായത്തിലുള്ള മക്കളുടെ മുന്നിലേക്ക്, കോളേജ് തലത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മുന്നിലേക്ക് മതത്തെ ദൂരേക്ക് വലിച്ചെറിയാൻ പ്രേരിപ്പിക്കുന്ന കഥകൾ വരുന്നുണ്ട്, കവിതകൾ വരുന്നു, പോസ്റ്ററുകൾ വരുന്നു, ലേഖനങ്ങൾ വരുന്നു, സിനിമകൾ വരുന്നു, പലതും വരുന്നു. ബോധപൂർവം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഉറക്കെ വിളിച്ചു പറഞ്ഞ സിനിമാ സംവിധായകന്മാരുണ്ട്. എനിക്ക് മനസ്സിലായിരിക്കുന്നു എന്റെ സംവിധാനത്തിലുള്ള തെറ്റ് എന്ന് പറഞ്ഞവരുണ്ട്. കുറ്റബോധമില്ലാതെ എന്റെ സിനിമ കണ്ടിട്ട് ഒരു കൂട്ടം ആളുകൾ ടാക്സീസിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു 10 പേരെങ്കിലും വിവാഹമോചനം ചെയ്താൽ എന്റെ പടം വിജയിച്ചു എന്ന് പറയുന്നവരും സിനിമാ സംവിധായകന്മാരുടെ കൂട്ടത്തിൽ മലയാളക്കരയിലുണ്ട്. ബോധപൂർവമായ പണി നമ്മുടെ മക്കളെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, എന്തു മതം എന്ന് ചോദിക്കാൻ. ആണും തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ, പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ അത് മതം അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കുട്ടികൾ ചോദിച്ചു പോകുന്നു, എന്ത് മതം, ആര് പറഞ്ഞു, എന്ത് അല്ലാ എന്ന് ചോദിക്കുന്ന, 8-ാം ക്ലാസ് വരെ മദ്രസയിൽ പോയ പെൺകുട്ടിയുടെ നാവ് കൊണ്ട് അത് ചോദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ പണിയെടുപ്പുകൾ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ആ മക്കളെ ധാർമ്മികമായ വഴിയിലേക്ക്, ധന്യമായ വഴിയിലേക്ക് ക്ഷണിക്കാൻ, ഈ രാജ്യത്തിന്റെ വരും തലമുറകൾക്ക് വേണ്ടിയുള്ള മാതൃകാ യുവാക്കളായി അവരെ ലഭ്യമാകാൻ, ഈ രാജ്യത്തിന്റെ കൃത്യമായ പടുത്തുയർത്തലുകളിൽ അവർക്ക് റോൾ ഉണ്ടാവാൻ, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്ത് ബ്രിട്ടീഷ് പ്രഭുക്കന്മാരോട് പോരാടിയതുപോലെ തോളോട് തോള് ചേർന്ന് ഒരുമിച്ചു നിന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയതുപോലെ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ധാർമ്മിക ബോധവും രാഷ്ട്രബോധവും ജനാധിപത്യ ബോധവും മതേതരത്വ ബോധവും പുതിയ തലമുറകൾക്ക് കൈമാറിക്കൊടുക്കാൻ നമ്മുടെ മക്കളെ ക്ഷണിക്കുകയാണ്. പെരിന്തൽമണ്ണയിലെ പ്രൗഢഗംഭീരമായി നടക്കാൻ പോകുന്ന ഈ സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക്. അതിനുവേണ്ടിയാണ് സത്യത്തിൽ ഈ സംസാരം ഇവിടെ നടന്നിട്ടുള്ളത്. എന്തിനാണ് ഇത്രയും വിപുലമായ 10,000-കണക്കിന് കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് ഒരു സമ്മേളനമെന്ന് ചോദിക്കുന്നവർക്ക് മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പുതിയ തലമുറക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുണ്ട്, തിരുത്തി കൊടുക്കാനുണ്ട്, ധർമ്മത്തിന്റെ വഴിയിലേക്ക് വിളിക്കാനുണ്ട് എന്ന് പുതിയ തലമുറക്കും രക്ഷിതാക്കൾക്കും ബോധ്യമുണ്ടാവാനാണ് ഇന്നത്തെ ദിവസം കേരളത്തിന്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ ഈ അർത്ഥത്തിലുള്ള കൊച്ചു സംസാരങ്ങൾ നടന്നിട്ടുള്ളത്. അതല്ലാതെ വെറുതെ സമയം കളയാൻ വേണ്ടിയുള്ള ഒരു ടോക്കായി, ഒരു സംസാരമായി ഈ സംസാരത്തെ ഞാനും നിങ്ങൾ നോക്കിക്കാണാൻ പാടില്ല. കൃത്യമായ ലക്ഷ്യബോധമുണ്ട്, നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യബോധമുണ്ട്. എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു. ഇവിടെ കുറേ ആളുകൾ മുസ്ലിം പേരിട്ടവരാവാം, പേരിടാത്തവരാകാം, അമുസ്ലിങ്ങളാവാം, ആരുമാവാം. കുറെ ആളുകൾ തോന്നിവാസികളായി ജീവിക്കുകയാണ്, മദ്യപാനികളായി, മയക്കുമരുന്നിനടിമപ്പെട്ട് അയൽവാസികൾക്ക് ശല്യമായി, ഡിസ്റ്റർബായി, മറ്റുള്ളവന്റെ പോക്കറ്റിൽ കിടക്കുന്ന പണം കട്ടെടുത്തവനായി, മറ്റുള്ളവരെ ചതിച്ചവനായി, വഞ്ചിച്ചവനായി,
ദുഷിച്ചവനായി, ക്രൂരകൃത്യങ്ങൾ ചെയ്തവനായി, കൊലപാതകങ്ങളും വേണ്ടാവൃത്തികളും ചെയ്യുന്നവനായി കുറെ മനുഷ്യർ നമ്മുടെ നാടിന്റെ പരിസരത്ത് ജീവിക്കുന്നു എന്ന് വിചാരിക്കൂ. അവര് മരിക്കുന്ന സമയം 30-ലോ 40-ലോ 50-ലോ അവര് മരിച്ച് പൊതു ശ്മശാനത്തിലോ പള്ളി ഖബർസ്ഥാനിലോ സെമിത്തേരിയിലോ അവരെ കൊണ്ടുപോയി കബറടക്കി. തീർന്നു ജീവിതം. കുറെ ആളുകൾ അയൽവാസിക്ക് ഉപകാരം ചെയ്തു, നാടിനുപകാരം ചെയ്തു, നേരാവണ്ണം ജീവിച്ചു, അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചു, നേരാ വിശ്വാസത്തോടുകൂടി ജീവിച്ചു. അങ്ങനെ ജീവിച്ചു പോയവരും മരിച്ച് മണ്ണിലേക്ക് മരണത്തോടുകൂടി ചേർന്നു. രണ്ട് കൂട്ടരും ഒരുപോലെയാണെങ്കിൽ ഇവനെന്തിനാ വൃത്തികേട് ചെയ്യാതിരുന്നത്? ഇവനെന്തിനാ വ്യഭിചരിക്കാതിരുന്നത്? ഇവനെന്തിനാ ബലാത്സംഗത്തിന് കൂട്ടുനിൽക്കാതിരുന്നത്? ഇവനെന്തിനാ വൃത്തികേടിൽ നിന്ന് മാറി നിന്നത്? ആ കട്ടവനെ എന്തിനാ നമ്മൾ കുറ്റക്കാരനായി കണ്ടത്? വൃത്തികേട് ചെയ്തവനെ നമ്മൾ എന്തിനാ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവ് കൊണ്ട് ശകാരിച്ചത്? ഈ ചോദ്യത്തിന് എന്തുത്തരമാണുള്ളത്? ഒരു കുഞ്ഞിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു. ആണ് പെണ്ണ് എന്തെന്ന് തിരിച്ചറിയാൻ പ്രായമായിട്ടില്ലാത്ത 3-4 മാത്രം വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ബിൽഡിങ്ങിന്റെ പിറകുവശത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി ആന്തരിക അവയവം പൊട്ടിപ്പോകുമാറ് 4 വയസ്സുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തവർ കേരളത്തിലുണ്ട്. അവനും മരിച്ചു മണ്ണിലേക്ക് ചേരുന്നു അല്ലേ? എന്നിട്ട് എല്ലാം ഒരുപോലെയാണെങ്കിൽ ഇതിനെന്തർത്ഥമാണുള്ളത്? ഇന്നും ലോകത്ത് ചർച്ച ചെയ്യുന്ന 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം, ഞാൻ പോകുന്നില്ല. നാഗസാക്കിയെക്കുറിച്ച്, ഹിരോഷിമയെക്കുറിച്ച് കേട്ടവരാണ്, പഠിച്ചവരാണ് നമ്മൾ. ഇന്നും അവിടെ ജനിക്കുന്ന ആളുകൾക്ക് കൈ വളഞ്ഞു പോകുന്നു, കാല് വളഞ്ഞു പോകുന്നു, അംഗവൈകല്യം സംഭവിക്കുന്നു, അതുപോലെ തന്നെ ബുദ്ധിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അന്ന് ബോംബെറിഞ്ഞവർ, പ്രിയപ്പെട്ടവരെ, അത് ചർച്ചയാകുന്നില്ലെങ്കിൽ, അവർ കുറ്റക്കാരല്ലെങ്കിൽ ലോകത്തെവിടെയാണ് നീതി? അവരിങ്ങനെ മരിച്ച് മണ്ണിലേക്ക് ചേർന്ന് എല്ലാം അവസാനിച്ചുവെങ്കിൽ എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഫലസ്തീനിൻ്റെ മണ്ണിൽ ഇന്നും ആകാശത്തിലേക്ക് കരങ്ങളുയർത്തി നിലവിളിക്കുന്ന പിഞ്ചു മക്കളുണ്ട്? ആ മക്കളുടെ പ്രാർത്ഥനകൾ കാർമേഘങ്ങളെ ഭേദിച്ച് ആകാശത്തിലേക്ക് ഉയരുന്നുണ്ട്. ലോകത്തിൻ്റെ രക്ഷിതാവ് കേൾക്കുന്നു. എന്നിട്ട് ആളുകൾ ചോദിക്കുന്നു, എന്താ ഉത്തരം കൊടുക്കാത്തത്? ചില തിന്മകൾക്ക് അള്ളാഹു സമയം കൊടുക്കും, ചില ആ റിസൾട്ടുകൾക്ക് അള്ളാഹു സമയമെടുക്കും. അത് ചരിത്രത്തിലുണ്ടായതാണ്. അതിൻ്റെ അർത്ഥം അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല എന്നല്ല. പടച്ചവൻ ചില കണക്കുകൂട്ടലുകൾ വച്ചിട്ടുണ്ട്. അവിടേക്കെത്തുന്നത് വരെ ക്ഷമിക്കേണ്ടി വരും. ആ പാവപ്പെട്ട കുട്ടികളുടെ ഉമ്മമാരെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കിയവർ, അവരെ കൊണ്ടുപോയി തടവറയിൽ വെച്ചവർ, അവരുടെ മാതാപിതാക്കളെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞവർ, പാവപ്പെട്ട പിഞ്ചുമക്കളുടെ കണ്ണിൻ്റെ മുമ്പിലിട്ടുകൊണ്ട് ഉപ്പയെയും ഉമ്മയെയും നിഷ്ഠൂരമായി വെടിവെച്ചു കൊന്നവർ, അവരൊക്കെ പരലോകം എന്ന് പറയുന്നൊരു ലോകമില്ലെങ്കിൽ, ഈ ലോകത്ത് ഇതോടുകൂടി അവസാനിക്കുമെങ്കിൽ ഈ ജീവിതത്തിൽ എന്തിന് എന്ന ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ ബാക്കിയാവുകയാണ്. അങ്ങനെ ബാക്കിയായിക്കൂടാ. അതുകൊണ്ട് ഇസ്ലാം ലോകത്തോട് പറയുന്നു, ഈ ജീവിതം നൈമിഷികമാണ്, നശ്വരമാണ്. വരാനിരിക്കുന്ന ലോകമാണ് അനന്തമായ അനശ്വരമായ ലോകം. അവിടേക്കുള്ള ഒരു പരീക്ഷാ ഹാള് മാത്രമാണിത്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിയിടമാണ് ഈ ഭൂമി എന്ന് ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ പെരിന്തൽമണ്ണയിൽ മെയ് 11-ാം തീയതി എത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഞാനും നിങ്ങളും ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ, ഈ സമ്മേളനം കഴിഞ്ഞു പോകുമ്പോൾ ഓരോ യൂണിറ്റിലേക്കും കയറി ചെല്ലുമ്പോൾ നമ്മുടെ യൂണിറ്റിൽ നിന്ന് എത്ര പേരാണ് പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നത്, അതിന് എന്ത് സംവിധാനമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അവിടെ എത്തിക്കുവാനുള്ള മാർഗമെന്ത്, മുതിർന്നവർ യൂത്ത് വിഭാഗത്തോടും യൂത്ത് വിഭാഗം കുട്ടികളോടും ചോദിച്ചറിഞ്ഞ് അതിനു വേണ്ട നടപടിക്രമങ്ങളിൽ ജാഗരൂകരായി ഇടപെടണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സമ്മേളനം കഴിഞ്ഞ് നമ്മുടെ മക്കൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മാതാവിൻ്റെ കൈപിടിച്ച്, ഉപ്പയുടെ കൈപിടിച്ച്, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, ഉപ്പയോട് എൻ്റെ ഭാഗത്ത് ഉമ്മയോട് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, ക്ഷമിക്കണമെന്നോട്, എന്നെ തൊട്ട് അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത് എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് ആ മക്കൾ വീട്ടിലേക്ക് തിരിച്ചു വരണം.
പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വൃത്തികെട്ട കൂട്ടുകെട്ടിലേക്ക് നമ്മുടെ മക്കൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ സമ്മേളനം കഴിഞ്ഞു വരുമ്പോൾ എനിക്കിതാ ബോധോദയം വന്നിരിക്കുന്നു, അവന്റെ കൂട്ടുകെട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സിമ്മാണ് പ്രശ്നമെങ്കിൽ ഇതെനിക്ക് വേണ്ട, ഈ നമ്പർ എനിക്ക് വേണ്ട, എടുത്ത് ഞാനിതാ പൊട്ടിച്ചു കളയുന്നു എന്ന് തീരുമാനം പറയാൻ പ്രേമചാബല്യങ്ങളുടെ ഏറ്റവും വലിയ ഗർത്തങ്ങളിൽ വീണുപോയവർ, മാതാവിനും പിതാവിനും വില കൽപ്പിക്കാത്തവർ, 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ കോടതിക്ക് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് കഞ്ചാവിനോ മയക്കുമരുന്നിനോ MDMA അടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കൈപിടിച്ച് കോടതി അനുവദിക്കുന്നു, രാജ്യം അനുവദിക്കുന്നു എന്ന് പറഞ്ഞ് വാപ്പയെയും ഉമ്മയെയും അച്ഛനെയും അമ്മയെയും അതേ അവഗണിച്ചുകൊണ്ട് നടന്നു പോകാൻ തീരുമാനിച്ചവർ മാറ്റിപ്പറയണം, ഇല്ല, എനിക്കെന്റെ ഉപ്പ പ്രിയപ്പെട്ടതാണ്, എനിക്കെന്റെ അച്ഛൻ പ്രിയപ്പെട്ടതാണ്, അതിനേക്കാൾ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബെനിക്ക് തന്ന നിർദ്ദേശങ്ങൾ വിലപ്പെട്ടതാണ്, അത് പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് തിരുത്തി പറയാനുള്ള ഒരു കാരണമായി കേരളത്തിന്റെ പ്രൗഢഗംഭീരമായ ഈ സ്റ്റുഡന്റ് കോൺഫറൻസ് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനുവേണ്ടിയാണ് വിസ്ഡം സ്റ്റുഡൻസ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പ് നൽകണേ അള്ളാഹുവേ, ഇവിടെ നടന്ന സംസാരങ്ങളിൽ ഏതൊക്കെ അർത്ഥത്തിലാണ് സംസാരങ്ങൾ കടന്നുപോയതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട സംസാരം ദീർഘമായി ഹിലാൽ സംസാരിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടേക്ക് ഇറങ്ങിത്തിരിക്കാതെ വേറെ ചില മേഖലകൾ സംസാരിച്ചിട്ടുള്ളത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അവർക്ക് നീ ശമനം കൊടുക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ യാത്രയിൽ ദീർഘമായ യാത്രയിൽ ഏർപ്പെട്ടവരുണ്ട്, അവരുടെ യാത്ര നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അവർ നടത്തുന്ന യാത്രയിലെ പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്, അവരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, ശുദ്ധീക്കൾ, ശുഹദാക്കൾ പോകുന്ന ഉന്നതമായ സ്വർഗത്തിൽ അല്ലാഹുവേ ഞങ്ങളെയും അവരെയും നീ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണേ അല്ലാഹുവേ, ലോകത്തിൻ്റെ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, കടത്തിൻ്റെ കെണിയിലകപ്പെട്ടവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഹലാലായ മാർഗത്തിൽ അത് വീട്ടാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ ഈ കേരളക്കരയിലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവേ, നിൻ്റെ ദീനിനെക്കുറിച്ചും ധർമ്മബോധത്തെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ അനിയ സുഹൃത്തുക്കളായ വിസ്ഡം സ്റ്റുഡൻസ് ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലാഹുവേ, അത് വിജയത്തിലെത്തിച്ച് അനുഗ്രഹിക്കണേ വിജയത്തിലെത്തിച്ച് അനുഗ്രഹിക്കണേ മറ്റു സംഘങ്ങൾക്കും സംഘടനകൾക്കും മാതൃകാപരമായി ഈ സമ്മേളനത്തെ നീ അല്ലാഹുവേ പരിപൂർണതയിലെത്തിക്കുവാൻ സഹായിക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ കാരണം കൊണ്ട്, ഞങ്ങളുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സമ്മേളനങ്ങൾ കൊണ്ട് ഒരാൾക്കെങ്കിലും സത്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അറിയുവാനുമുള്ള ഏറ്റവും വലിയ സന്ദർഭവും സാഹചര്യവും നീ നൽകി. ഞങ്ങൾ ഈ മുടക്കുന്ന പണവും സമയവും സമ്പത്തുമെല്ലാം അല്ലാഹുവേ നീ ഉപകാരപ്രദമാക്കി മാറ്റി അനുഗ്രഹിക്കണേ റബ്ബന അതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.